കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, നമ്മൾ ഇന്ന് ഒരുപാട് വിഷമത്തിൽ തന്നെയാണ് എന്നറിയാം. കാരണം നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കോടതിയുടെ ഓരോ കാര്യങ്ങളും ലീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിയിപ്പുകളും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ ജീവിതമാർഗം, നമ്മുടെ ജോലി എല്ലാം നിലച്ചുപോയ ഒരു സമയമാണ് ഇപ്പോൾ. നമുക്ക് എങ്ങനെ ഇത് വീണ്ടെടുക്കാം, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ചിന്തയാണ് എല്ലാവരിലും ഉള്ളത് എന്നറിയാം. 1.5 വർഷത്തോളമായി കേസുമായി തൃശൂർ സെഷൻസ് കോർട്ടിലെ കേസ് കുറച്ചു പേർ, ഒരു 10ഓ 20ഓ പേർ ഈ കേസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, എങ്ങനെയാണ് കേസ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടി തൃശൂർ സെഷൻ കോർട്ടിൽ പോവുകയും ഒന്നിടപെട്ട ദിവസങ്ങളിലേക്ക് കേസ് മാറ്റിവെക്കുകയും ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ കുറെ നാളുകൾ നമ്മുടെ ശരിയാകും, ഹൈറിച്ച് സമൂഹത്തിന്റെ വേദന കോടതിയായാലും അധികാരികളായാലും കണ്ടെത്തും എന്ന് മനസ്സിലാക്കി നമ്മൾ കാത്തിരുന്നതിന് ശേഷം ഇതിനൊന്നും ഒരു പരിഹാര മാർഗം കാണാതെ വന്നപ്പോൾ അവിടെ കൂടിയിരുന്ന കുറച്ചു പേർ നമുക്കിതിനെ എങ്ങനെ നമ്മുടെ ആവശ്യങ്ങളെ അധികാരികൾക്ക് എത്തിക്കാം എന്ന് ചിന്തിച്ചതിന്റെ ഭാഗമായി നല്ല രീതിയിൽ നമ്മൾ ഒരു സുപ്രീം കോടതി വക്കീലിനെ കണ്ട് ഒരു സൊസൈറ്റി രൂപപ്പെടുത്തി ജനങ്ങളുടെ ആവശ്യം, ഞങ്ങളുടെ വരുമാനവും തൊഴിലും തിരിച്ചു തരണം എന്നതിന് വേണ്ടി ഞങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ആവശ്യവുമായി ഒരു സുപ്രീം കോടതി വക്കീലിനെ സമീപിക്കുകയും അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം ഒരു സൊസൈറ്റിയുടെ എല്ലാ മാനദണ്ഡങ്ങളും വെച്ച് ഒരു സൊസൈറ്റി രൂപപ്പെടുത്തുകയും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാര്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറിമാര്, ട്രഷറർ, അങ്ങനെ 21 അംഗം അടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും കൂടി ഒരു സൊസൈറ്റി രൂപപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഈ സൊസൈറ്റിയുടെ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ സൂം മീറ്റിംഗിൽ പ്രസിഡന്റ് കൃത്യമായി തന്നെ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ ഞാനിതൊന്ന് പറഞ്ഞത്. ഇനിയും കേസുകൾ ഇങ്ങനെ നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി നമ്മൾ രൂപം കൊടുത്ത ഈ സൊസൈറ്റിയിലൂടെ എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി ഇതിൽ ഒരുപാട് പേർ നമ്മുടെ ഹൈറിച്ചുകാരും അല്ലാത്തവരും നമ്മൾ എന്തു പറയുന്നു എന്ന് കേട്ട് നാളെ വീഡിയോ ഇടാൻ നിൽക്കുന്നവരും നെഗറ്റീവുകാരും എല്ലാവരും ഉണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സൊസൈറ്റിയുടെ കാര്യങ്ങളും എല്ലാം സംസാരിക്കുന്നത്. നമുക്കിത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടി നമ്മൾ ഓടി നടന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, ഹൈറിച്ച് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി രൂപം കൊടുത്ത ഈ സൊസൈറ്റിയെ കുറിച്ച് പറയുവാൻ അഭിമാനമുണ്ട്. നമുക്കൊരു ആശ്വാസവുമാണ് നമ്മുടെ ഈ സൊസൈറ്റി. ഇതുവരെ നമുക്ക് ഒരു കാര്യങ്ങളും നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കുവാൻ സാധിച്ചിരുന്നില്ല. അതിനുവേണ്ടി ഒരു സംവിധാനം നമ്മുടെ മുന്നിലേക്ക് വന്നതാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവുകാർ കയറിയിട്ടുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വാക്കുകൾ ഉപയോഗിച്ച് നാളെ വീഡിയോ ചെയ്യാൻ കാത്തിരിക്കുന്നവർ ഉണ്ടെങ്കിലും അവർക്കും പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. ഹൈറിച്ച് മെമ്പേഴ്സിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കമ്പനിയെ കുറിച്ചും നമ്മുടെ കമ്പനി നടന്നുപോയ നല്ല ഒരു കാലത്തെക്കുറിച്ചും അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് എത്തിയതിനെ കുറിച്ചും ഈ സൊസൈറ്റി രൂപപ്പെടുത്തിയതിനെ കുറിച്ചും ഈ സൊസൈറ്റി എന്തിനാണ് നമ്മൾ കൊണ്ടുവരുന്നത് എന്നതിനെ കുറിച്ചും ഈ സൊസൈറ്റി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചും നമുക്ക് കൃത്യമായി പറഞ്ഞു തരുവാനായിട്ട് നമ്മുടെ ഈ ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റിയിലത്തെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. അവരുടെ വാക്കുകൾക്കായി നമുക്ക് കാത്തു നിൽക്കാം. ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ എല്ലാം ഈ ഹൈറിച്ചിന്റെ ജനതയുടെ പൾസ് അറിയുന്ന, ഏറ്റവും മുൻനിരയിൽ നിന്ന് ഹൈറിച്ചിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിരുന്ന, ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നിട്ട് കൂടി ഇപ്പോഴും സൊസൈറ്റിയിലെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറായി മാറിയ, എന്തൊരു കാര്യം പറഞ്ഞാലും സൊസൈറ്റിയിലൂടെ ഹൈറിച്ച് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കാനും താനാൽ കഴിയുന്ന എല്ലാ സഹായങ്ങൾ ചെയ്യുവാനും മുന്നിട്ടിറങ്ങിയ ഗ്രേറ്റ് ലീഡർ എന്ന് തന്നെ പറയണം അദ്ദേഹത്തെ. ഏറ്റവും സ്നേഹത്തോടെ ബിനുമാരാർ സാർ, നമ്മുടെ ഹൈറിച്ച് കുടുംബത്തിലെ സീനിയർ എന്ന് തന്നെ പറയാം. അദ്ദേഹത്തെ ഈ കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം ബിനുമാരാർ സാർ, പ്ലീസ്. ഗുഡ് ഈവനിങ്. നമസ്കാരം എല്ലാവർക്കും. വളരെ വിശദമായിട്ട് നമ്മുടെ സൊസൈറ്റിയെ കുറിച്ച് മോളി മേഡം ഒരു തുടക്കം കുറിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടേതല്ലാത്ത തെറ്റ് കാരണം കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി അനുഭവിച്ചു വരുന്ന വിഷമങ്ങൾ, അതിൽ സാമ്പത്തികമുണ്ട്, മാനസികമായിട്ടുള്ളതുണ്ട്,
അങ്ങനെ പല രീതിയിലുള്ള വിഷമങ്ങൾ അനുഭവിച്ചു വരുമ്പോൾ നമ്മൾ ഒരു കാഴ്ചക്കാരായി നീ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്കായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ മോളി മേഡം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പഠനം കാണുവാനും നമ്മുടെ ഈ കഷ്ടപ്പാടുകൾ നമ്മുടെ ഈ വിഷമസ്ഥിതികളിൽ രസിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം. ശരിയാണ്, ഏതിനും ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. സഹനത്തിനും ഒരു അതിരുണ്ട് എന്ന് പറയുന്നത് തെറ്റില്ല. ഇനി മറ്റു നമ്മുടെ കമ്മ്യൂണിറ്റിക്കുള്ളിൽ തന്നെ പലരുടെയും ചോദ്യശരങ്ങളാണ്. ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്നു, അവർ സമ്പാദിച്ചവരാണ്, ലീഡർമാരാണ്, അവരെത്രയൊക്കെയോ കോടികൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗം. അവരെ എരുതിയിലേക്ക് എണ്ണി ഒഴിക്കുന്ന രീതിയിൽ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന മറ്റൊരു വിഭാഗം. ഇതിനിടയിൽ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സമയത്ത് സംശയങ്ങൾ ഉണ്ടായിരുന്നു? അതിനുള്ള ഒരൊറ്റ ഉത്തരമാണ് HCRS. അത് ആ പേര് അന്വർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഹൈറിച്ചിന്റെ സൊസൈറ്റി, യെസ്, ഞാൻ ഈ സൂചിപ്പിച്ച നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, ഹൈറിച്ചിന്റെ കമ്മ്യൂണിറ്റിയുടെ റിവൈവലാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നു, ഹൈറിച്ചിലെ കമ്മ്യൂണിറ്റിയുടെ, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ ഇനി ഒരു നിമിഷം പോലും വൈകിക്കൂടാ എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ. ഇനി ഒരു കാര്യം പറയാം. ഇതുവരെ നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അതിനുള്ള ഉത്തരവും കൂടി ഞാൻ പറഞ്ഞു പോകാം. അത് മറ്റൊന്നുമല്ല, തുടക്കം മുതൽ ഈ ആശയത്തെ മുൻനിർത്തി ഞങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ആ സമയം നമ്മുടെ കേസുകൾ കൊണ്ടുപോയ നമ്മുടെ വക്കീലന്മാർ, അത് മാറി മാറി വന്ന സംഘങ്ങൾ നമ്മളെ അതിൽ നിന്ന് വിലക്കിയായിരുന്നു. ഈ സമയത്ത് നിങ്ങൾ അത് സ്വരൂപിച്ചാൽ, നിങ്ങൾ അതുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് നമുക്ക് ഭയങ്കരമായി ദോഷം ചെയ്യുമെന്ന് പറയും. ഇതൊക്കെ ഈ പ്രശ്നങ്ങൾ എതിരാളികളുടെ ഭാഗത്തു നിന്നുള്ള കൂരമ്പുകൾ പോലെയുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും ഞങ്ങളെ തളർത്തുമ്പോൾ ഒരു വാക്ക് പോലും സമൂഹത്തോട് വിളിച്ചു പറയാൻ സാധിക്കാതെ വന്നിരിക്കുന്ന അവസ്ഥകൾ, എന്റെയും നിങ്ങളുടെയും അവസ്ഥ, അതിനൊരു പരിഹാരം കണ്ടേ മതിയാകൂ. ഞങ്ങൾക്കുണ്ട് പറയാൻ, ഹൈറിച്ച് കമ്മ്യൂണിറ്റിക്ക് പറയാനുണ്ട്, സമൂഹത്തോട്, ഈ നാടിനോട് പറയാനുണ്ട്, ഈ അധികാരി വർഗത്തോട് പറയാനുണ്ട്, നീതിപീഠത്തോട് ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങളുടെ വാക്കുകൾ എവിടെയും കേൾക്കാൻ സാധിക്കാതെ, നമുക്കൊരു വാക്കുരിയാടാൻ സാധിക്കാതെ ആ രീതിയിൽ ഞങ്ങളെ തളച്ചിട്ടപ്പോ ഞങ്ങൾ അനുഭവിച്ച മനോവേദന, നമ്മുടെ കമ്മ്യൂണിറ്റി അനുഭവിച്ച ത്യാഗങ്ങൾ, നമ്മുടെ ഇതിനു വേണ്ടി ഓടി നടന്നവർ അനുഭവിച്ച ത്യാഗങ്ങൾ, അതിന്റെ ഉത്തരമാണ് HC, അതായത് ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി എന്ന് പറയുന്ന HCRS. അതെ, ഇനി അത് പ്രവർത്തനങ്ങൾ മുന്നോട്ടാണ്, അതിന്റെ പ്രവർത്തനം. ഇനി ഞങ്ങളുടെ ചുവടുകൾ മുന്നോട്ടാണ്. നമുക്ക് പറയാൻ ഏറെ ഉണ്ടാകുമ്പോ നമുക്കൊരു രൂപ പോലും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഹൈറിച്ച് കാരണമെന്ന് സമൂഹത്തോട് വിളിച്ചു പറയണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, ഒരു ഭയപ്പാടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ സമൂഹ ഒരു വിഭാഗം ഭയപ്പെടുത്തിയിരുന്നു, നിങ്ങൾക്ക് സംഘടിക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് സംസാരിച്ചാൽ നിങ്ങൾ തൂക്കിയെടുത്ത് അകത്തിടും എന്നുള്ള രീതിയിലുള്ള പല 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 പ്രവർത്തനങ്ങളും, കുൽസിത പ്രവൃത്തികൾ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാറ്റിനും ഒരു പരിഹാരം വേണം. സഹനത്തിനുമുണ്ടൊരു ശക്തി, ഒരു പരിധി, ഒരു ലിമിറ്റേഷൻ. അത് ഞങ്ങൾ പ്രവർത്തിക്കുകയായിരുന്നു, നമ്മൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയായിരുന്നു. ഉചിതമായ അവസരം ഇപ്പോ നമ്മൾക്ക് നേടിത്തന്ന നമ്മുടെ ലീഗൽ വിഭാഗത്തിനും ഞാൻ നന്ദി പറയുന്നു. കാരണം ഞങ്ങൾ ഈ സംഘടന ശക്തി, അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടിതമായിട്ടുള്ള പ്രവർത്തനം നമുക്ക് ഗുണകരമാകും, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഗുണകരമാകും. കാരണം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പറയാനുള്ളത്, ഹൈറിച്ച് ഒരു നിമിഷം പോലും, ഒരു മണിക്കൂർ പോലും, അല്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും നമ്മുടെ പേയ്മെന്റുകൾ നമുക്ക് തരാതിരുന്നിട്ടില്ല. പിന്നെ എവിടെയാണ് ഹൈറിച്ച് എന്ന പ്രസ്ഥാനം തട്ടിപ്പായി മാറിയത്? ഇത് അധികാരി വർഗത്തോടുള്ള ചോദ്യമാണ്, നെഗറ്റീവുകാരോടുള്ള ചോദ്യമാണ്, നീതിപീഠത്തോട് അതിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ചോദ്യമാണ്. നമുക്ക് പറയാനുള്ള ഒരു അവസരം നിങ്ങൾ തന്നുവോ? ഇല്ല. പക്ഷേ ഞങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി നാളെ ഇതിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം. മോളി മേഡം പറഞ്ഞ പോലെ വീഡിയോകൾ വരാം.
നിങ്ങൾ വീഡിയോ ഉണ്ടാക്കി നിങ്ങൾ ജീവിക്കും മനുഷ്യരെ. ഞങ്ങൾ കാരണം കുറെ പേർ അവർക്കുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാര്യം പറയാനുള്ള അവസരം നിഷേധിച്ച സമൂഹത്തോട്, ഈ സാഹചര്യത്തോട് പടപൊരുതിക്കൊണ്ട് HCRS മുന്നോട്ട് വന്നിരിക്കുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയെ ഇപ്പോഴും പലരും പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ്. ഈ കമ്മ്യൂണിറ്റി വന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നഷ്ടമല്ല, നമുക്ക് നേടാൻ അനവധിയുണ്ട്. നിങ്ങളുടെ ശബ്ദമാണ് ഈ സൊസൈറ്റി, നിങ്ങളാണ് ഞങ്ങൾ. നിങ്ങൾക്ക് വേണ്ടി ഇനി ഞങ്ങൾ പ്രവർത്തിക്കും. എത്തേണ്ടിടത്ത് ഞങ്ങളുടെ ശബ്ദങ്ങൾ എത്തിച്ചിരിക്കും. അതുകൊണ്ടാണ് എനിവേ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. എത്തിക്കേണ്ടിടത്ത് ഞങ്ങൾക്ക് എത്തിക്കുവാനുള്ള ഒരു അവസരം, ഈ അവസരത്തെ വിനിയോഗിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും, ഓരോ ഹൈറിച്ചിയന്മാരും ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണം. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ആശങ്ക, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത്, ഇത് ഭരണവർഗമായാലും അല്ലെങ്കിൽ അധികാരിവർഗമായാലും നീതിപീഠമായാലും നമുക്ക് പറയാനുള്ളത് സംഘടിച്ചുകൊണ്ട് പറയുവാനുള്ള ഒരു വേദിയായിട്ട് നമുക്ക് ഈ സംഘടനയെ അല്ലെങ്കിൽ ഈ സൊസൈറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം നമ്മളൊരു സൊസൈറ്റിയാണ്, സമൂഹ ജീവികളാണ് ഞങ്ങൾ. ആ നമ്മുടെ കഷ്ടപ്പാടിനെ നീക്കുവാൻ എത്രയോ പേരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഈ സൊസൈറ്റി രൂപീകരിച്ചത്. ആ 21 അംഗം അതിൽ ഒരാളാകാൻ എനിക്ക് സാധിച്ചതിൽ, ആ ഡയറക്ടർ ബോർഡിൽ എനിക്കും കൂടി പ്രവർത്തിക്കാൻ സാധിച്ചതിൽ, എന്റെ ആരോഗ്യ പരിമിതികൾ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോ അതിന്റെ മനോസുഖം ഒന്ന് വേറെ തന്നെയാ. പലരും ധരിച്ചിട്ടുണ്ട് മുൻനിരയിൽ നിന്നവരൊക്കെ മാറിപ്പോയിരിക്കുന്നു, അവർ നേടേണ്ടതൊക്കെ നേടി അവർ മാറിപ്പോയിരിക്കുന്നു എന്ന് നിങ്ങളിൽ വന്ന തെറ്റിദ്ധാരണ തിരുത്താൻ ഞങ്ങൾ ഓരോരുത്തരും. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, കുറെ ലീഡർമാരെ ഇവിടെ കാണാനില്ല. അങ്ങനെയും പല സ്ഥലത്തും ഞങ്ങൾ കേട്ടു. സുഹൃത്തുക്കളെ, ഹൈറിച്ചിനെ സ്നേഹിച്ച, ഹൈറിച്ചിൽ നിന്നും 1 രൂപയെങ്കിലും വരുമാനം വാങ്ങിച്ചുകൊണ്ട് അവന്റെ പട്ടിണി മാറ്റിയിട്ടുണ്ടെങ്കിൽ, അവന്റെ ഉയർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ, ആ എല്ലാ ലീഡർമാരും ഞങ്ങളോടൊപ്പമുണ്ട്, പിന്നിലുണ്ട്, ഹൈറിച്ചിനോടൊപ്പം തന്നെയുണ്ട്. മറ്റെല്ലാം നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. പലർക്കും പരിമിതികളുണ്ട് മുന്നോട്ട് വരുവാൻ. അതിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളും സപ്പോർട്ടുകളും ഒക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ആരും ധരിക്കണ്ട ഇത് ഭിന്നിപ്പിച്ചു വരിക്കുന്ന പോലെ എല്ലാവരും ചിന്ന ഭിന്നമായി പോയി എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും നമ്മുടെ നാശം കാണാനുള്ള നെഗറ്റീവ് ഗ്രൂപ്പുകാരെ നിങ്ങളോട് പറയട്ടെ, അത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. സംഘടിക്കേണ്ട സ്ഥലത്ത് സംഘടിക്കുവാനുള്ള ആർജവം ഞങ്ങൾ നേടിക്കഴിഞ്ഞു. കഴിഞ്ഞ 1.5 വർഷക്കാലം ഞങ്ങൾ അനുഭവിച്ചതിൽ കൂടുതലൊന്നും ഇനി അനുഭവിക്കാനില്ല. അത് ഞങ്ങൾ ഈ പറയേണ്ടിടത്ത് ഞങ്ങൾ പറയും. ഞങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ളതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. താമസിയാതെ ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഇനി സംസാരിക്കാനുള്ള നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് നിങ്ങളോട് പറയും. ഞങ്ങൾ ചുവടുവെച്ചു കഴിഞ്ഞു. പിന്നീട് പലരുടെയും ചോദ്യം, പ്രവർത്തിച്ച് കാണിക്കട്ടെ, തുടങ്ങട്ടെ. അതൊക്കെ നിങ്ങളെ തോന്നിച്ചു മാത്രമാണ്. പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്, ഇതൊരു ഒടുക്കമല്ല. ആ തുടക്കത്തിലേക്ക് നിങ്ങൾ ഞങ്ങളോടൊപ്പം, ഞങ്ങളിൽ ഒരാളായിക്കൊണ്ട്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ഈ സൊസൈറ്റി നിങ്ങളതാണ്, നിങ്ങളാണ് ഞങ്ങൾ, നിങ്ങളുടെ പ്രതിനിധികളാണ് ഞങ്ങൾ എന്നുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടാകട്ടെ. ആ നല്ലൊരു മനസ്സ് നിങ്ങൾക്കുണ്ടായിക്കൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയെ ശക്തിപ്പെടുത്തുവാൻ നിങ്ങളാലാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായ, ഹൃദയത്തിൽ തട്ടിക്കൊണ്ടുള്ള, ഏറ്റവും നല്ല രീതിയിൽ, അവശതയിലാണെങ്കിലും ഒരുപാട് വിഷമങ്ങൾക്കുള്ളിലാണ് നമ്മുടെ ബിനിമാരാർ സാർ. എങ്കിലും സൊസൈറ്റിയുടെ കാര്യം പറഞ്ഞ് എത്ര വീരോടും വാശിയോടും കൂടി ആത്മാർത്ഥതയോടും കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് നമ്മൾ എല്ലാവരും കണ്ടു. ഏറ്റവും നല്ല വാക്കുകൾക്ക് ഹൃദയത്തിൽ തൊട്ട നന്ദി പറയുകയാണ് സാർ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഹൈറിച്ച് കമ്മ്യൂണിറ്റി എന്താണ് ഈ സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയ അപരാധം എന്ന് എനിക്ക് ഈ സമയത്ത് ചോദിക്കാൻ തോന്നുകയാണ്. കാരണം എത്ര ഡയാലിസിസ് പേഷ്യൻസ് ജീവിച്ചു പോന്നിരുന്നു, എത്ര ക്യാൻസർ രോഗികൾ ഈ ഹൈറിച്ചിനെ ആശ്രയിച്ച് ജീവിച്ചു പോന്നിരുന്നു, എത്ര ഒരു വീട് ഇല്ലാതെ
ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന എത്ര പേർ ചെറിയൊരു വീട് സ്വന്തമാക്കിയിട്ടുണ്ട്, വാഹനം ആഗ്രഹിച്ചവർ വാഹനം സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളിൽ കൂടി നല്ല രീതിയിൽ ജീവിച്ചു പോന്ന ഞങ്ങളുടെ സമൂഹത്തിന്റെ ഉള്ളിലേക്ക് എന്തിന് ആവശ്യമില്ലാതെ ഒരു കാര്യവുമില്ലാതെ ഹൈറിച്ചിൽ ഒരു ഐഡിയ എങ്കിലും എടുക്കാത്തവർ പുറത്തു നിന്ന് കളിച്ച കളിയാണ് ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങളുടെ ഈ കളി എന്ന് നിങ്ങൾ ഒന്ന് മനസ്സിൽ തട്ടി ആലോചിക്കുക. ഇത്രയും ജനതയുടെ കണ്ണീര് നിങ്ങൾ കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് നേടുന്നത് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കുക. കമ്പനി നമ്മുടെ ഹൈറിച്ച് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ സൊസൈറ്റി രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഹൈറിച്ച് ജനതയെ എപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുള്ള നമ്മുടെ പ്രസിഡന്റ് ബാരി സാർ നിങ്ങളോട് ഇനി സംസാരിക്കാൻ വരികയാണ്. അദ്ദേഹം എപ്പോഴും എങ്ങനെയാണ് ജനതയ്ക്ക് വേണ്ടി, ഈ ഹൈറിച്ച് ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഓടി നടന്ന് അദ്ദേഹവും അത്യാവശ്യം രോഗങ്ങളാലും ബുദ്ധിമുട്ടാലും വിഷമിക്കുന്ന ആള് തന്നെയാണ്. എങ്കിലും ഹൈറിച്ച് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എങ്ങനെയെങ്കിലും ഹൈറിച്ചിനെ കൊണ്ടുവരണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നമ്മുടെ ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റായി മാറിയ ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ ബാരി സാറിനെ ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം ബാരി സാർ. മാഡം, എല്ലാവർക്കും ആ സമയത്ത് ഒരുപാട് വൈകിപ്പോയിട്ടുണ്ട്. കുറച്ച് നമ്മളെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് വൈകി. എന്നിരുന്നാലും മോളി മാഡം, വിനു മാരാർ സാറൊക്കെ കാര്യങ്ങളെ ഗൗരവത്തിന് വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് വെക്കാനുണ്ടായ കാരണം, ഒന്നാമത് ഹൈറിച്ച് എന്നുള്ള രീതിയിൽ എന്നും സൂം മീറ്റിങ്ങിലൊക്കെ വരാറുള്ള നമ്മൾ ഇന്ന് ഹൈറിച്ചിന്റെ പേരിലല്ല വന്നിട്ടുള്ളത്. ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി HCRSന്റെ ബാനറിലാണ് നമ്മൾ ഇന്നത്തെ സൂം വെച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് HCRS? ഹൈറിച്ച് കമ്മ്യൂണിറ്റിയെ റിവൈവ് ചെയ്യുക എന്നുള്ളത്. ഹൈറിച്ചിനെ റിവൈവ് ചെയ്യുക എന്നുള്ളതല്ല, ഹൈറിച്ച് കമ്മ്യൂണിറ്റിയെ റിവൈവ് ചെയ്യുക. ഏകദേശം 1.5 വർഷത്തോളമായി 8 വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കമ്പനി, ആ കമ്പനിയിൽ സാധാരണക്കാരനും പണക്കാരനും രോഗികളും എല്ലാവരും അവരുടെ ഉപജീവന മാർഗമായിട്ട് കണ്ട് കൃത്യമായിട്ടും 8 വർഷം വരെ ഒരു രൂപ പോലും ഒരാൾക്ക് പോലും നാളെ തരാ എന്ന ഒരു വാക്ക് പോലും പറയാതെ, ഒരാൾക്ക് പോലും ഒരു പറ്റിക്കലോ ഒരു തട്ടിക്കലോ നടത്താത്ത ഒരു കമ്പനിയെ ഒരൊറ്റടിക്ക് വന്നിട്ട് ഓഫാക്കിയിട്ടിട്ട് ഈ കമ്പനി തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പട്ടിണിയിലാക്കിയിട്ട് 1.5 വർഷത്തോളമായി. ആ കേസ് മാനേജ്മെന്റ് വളരെ ഭംഗിയായിട്ട് തന്നെ, സാധാരണ രീതിയിൽ ആ കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്, പല കമ്പനികളും മാനേജ്മെന്റ് പൂട്ടിക്കാറുണ്ട്, പല കമ്പനികളും ഫണ്ടുകൾ പല രീതിയിലേക്ക് മാറ്റാറുണ്ട്. ഇവിടെ ഫ്രീസ് ചെയ്യാനുള്ള ഓർഡർ കൈ കിട്ടുന്നതിന്റെ ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ടായിട്ട് പോലും ആ അക്കൗണ്ടുകളിൽ നിന്ന് 100 രൂപ പോലും മാറ്റാത്ത ആ ഒരു കമ്മ്യൂണിറ്റിന്റെ പണം അതുപോലെ തന്നെ സൂക്ഷിച്ചവരാണ് അവർ. മറ്റുള്ള ആളുകളുടെ ഇടയിൽ അവരെന്താണ്? തട്ടിപ്പുകാരാണ്, കള്ളത്തരക്കാരാണ്. കാരണം അവർ ജനങ്ങൾ കേട്ടിട്ടുള്ളതും ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളതും ഹൈറിച്ചിനെ ആ രീതിയിലാണ്. 8 വർഷത്തോളം എന്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച സമയത്ത് ഗവൺമെന്റിലേക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പോയിരുന്ന സമയത്തൊന്നും ഇല്ലാത്ത ഒരു തട്ടിപ്പിനെ പെട്ടെന്ന് തട്ടിപ്പ് എന്ന് പറഞ്ഞ് പെയ്ഡ് ന്യൂസുകളും മറ്റും കൊടുത്തു ജനങ്ങളിലേക്കും ജഡ്ജിയുടെ ഒക്കെ ശ്രദ്ധയിലേക്ക്. കാരണം ജഡ്ജി ആണെങ്കിലും നമുക്ക് ലാസ്റ്റ് ഒരു അത്താണിയായിട്ട് ചെല്ലാനുള്ള ഭാഗമാണ് ഈ കോടതിയൊക്കെ. അവിടെ ജഡ്ജിന്റെ ഒക്കെ ചവിട്ടിലേക്ക് എത്തുന്നത് എന്താണ്? ഭക്ഷണം കഴിക്കുന്ന ടേബിളിന്റെ അടുത്തിരിക്കുന്ന TV-യിൽ ഹൈറിച്ച് തട്ടിപ്പ്, ഹൈറിച്ച് മണി ചെയിൻ, ഹൈറിച്ച് ഹവാല 100 കോടികൾ വിദേശത്തേക്ക് കടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തള്ളലുകളും കാര്യങ്ങളും. ഇവിടെ വിദേശത്തേക്ക് പണം കടത്തി എന്ന് പറഞ്ഞാൽ ഒരു പരാതി ഒരാൾക്ക് വെറുതെ അങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് ആ പരാതിന്റെ പേരിൽ കൃത്യമായിട്ട് തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ആ ആരോപണത്തിന് ഈ ഫ്രീസ് ചെയ്യുമ്പോൾ ആ കമ്പനിയിലുള്ള ഏതെങ്കിലും ഒരു മെമ്പേഴ്സിനെ വിളിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കമ്പനി ഒരു 100 രൂപയെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാതെ, അല്ലെങ്കിൽ ചാനലുകളിൽ വാർത്ത വരുമ്പോൾ ആ ചാനലിൽ ഇരുന്നിട്ട് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടത് മുതൽക്കാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് എന്നും അതിനുശേഷമാണ് ചില ആളുകൾ ഈ കേസ് ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ കൊണ്ടുവന്നത് എന്നും. എന്നാൽ ഇന്ന്
ഒരു സ്കൂൾ ബസ് നേരെ പോയിട്ട് ഒരു പാടത്തേക്ക് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് പോയി മറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം ഉണ്ടാകുന്ന ചാനൽ ചർച്ചയിൽ ഏതെങ്കിലും ഒരു ബസ്സിന്റെ ക്ലീനറെ കൊടുത്തിരുത്തും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെയൊക്കെയാണോ പിന്നെ ബ്രേക്ക് ചവിട്ടല്, ബ്രേക്ക് എന്നും നോക്കണ്ടേ? ഇതിനെപ്പറ്റി അയാളിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തിരുത്തും. എന്തുകൊണ്ട് ഈ ചാനലിൽ ആരെങ്കിലും മൈറിച്ചിലുള്ള ഒരു മെമ്പറെങ്കിലും ഈ പറഞ്ഞ ന്യൂസിന്റെ കൂട്ടത്തിൽ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കാതിരുന്നത്? ഞങ്ങളിൽ നിന്നും ഒരു മറുപടി അവരാരും ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് വളർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കമ്പനി വളർന്നു കഴിഞ്ഞാൽ പല ആളുകൾക്കും ഒരുപാട് ക്ഷീണം വരാനുണ്ട് എന്നുള്ളതിൽ നിന്നുമാണ് ഹൈറിച്ച് മെമ്പേഴ്സ് അല്ലാത്ത ആളുകളുടെ ഇടപെടലുകളിലൂടെ ഈ കമ്പനിക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ. ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഓർത്തോളി, 1.5 വർഷത്തോളമായി ഞങ്ങൾ ആരും ശരിക്കും ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ വലിയ റിച്ച്നെസ് ആവാൻ വേണ്ടി, ഞങ്ങളെ ജീവിതം പടുത്തുയർത്താൻ വേണ്ടി, ഞങ്ങൾക്ക് ഒരുപാട് മേഖലകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി. കാരണം ഞാൻ ഏതെങ്കിലും മേഖലകളിലേക്ക് എത്തുമ്പോഴാണ് എൻ്റെ ഫാമിലി ആ ലെവലിലേക്ക് എത്തുക. ഞാനും എൻ്റെ ഫാമിലിയും അതിലേക്ക് എത്തുമ്പോഴാണ് എൻ്റെ അയൽവാസികളും അവരുടെ കുടുംബങ്ങളും ഒക്കെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുക. ഇങ്ങനെയുള്ള ഒരുപാട് കൺസെപ്റ്റുകളും കാര്യങ്ങളും പ്രൊജക്റ്റുകളും കൂടുന്ന എംഡിന്റെ ഒരു വാക്ക് ഞാൻ ഇന്നലെ എൻ്റെ ഫോണിൽ കേട്ടു. ഞാൻ അങ്ങനെ ഇത് ചെയ്തപ്പോൾ HROTTന്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ആ കാഴ്ചപ്പാടും അതിന്റെ വളർച്ചയും എന്താണ്? 1300 രൂപന്റെ ഒരു വർഷത്തെ ഒരു സബ്സ്ക്രിപ്ഷനിലൂടെ 100 കോടി സബ്സ്ക്രൈബർമാർ വന്നു കഴിഞ്ഞാൽ 300 കോടി അതിന്റെ വർക്ക് ചെയ്യുന്ന ആളുകളിലേക്ക് പോയാൽ പോലും 1000 കോടി പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പദ്ധതിയാണ്. 500 രൂപ പ്രകാരം അതിന്റെ പ്ലാറ്റ്ഫോമിന് ചാർജ് ഓരോ മെമ്പേഴ്സും അടക്കുമ്പോൾ 16 ലക്ഷം ആളുകളിൽ നിന്നും 6 മാസം കൂടുമ്പോൾ 500 രൂപ കിട്ടുന്ന പ്രോഫിറ്റ് ഉള്ള പ്രൊജക്റ്റാണ്. ഇവിടെ മണി ചെയിൻ ആണ്, പ്രോഫിറ്റ് ഇല്ല, അവിടെ ഉള്ള പൈസ ഇട്ട് കളിക്കുകയാണ് എന്ന് പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഉള്ള പൈസ ഇട്ട് കളിച്ചിട്ട് ഈ കൃത്യമായിട്ട് ലാഭം കൊടുത്തിട്ട് 8 കൊല്ലം വരെ ആർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഒരു 6 മാസത്തിന്റെ അപ്പുറം അങ്ങനത്തെ ഏതെങ്കിലും ഒരു കമ്പനികൾ ഇവിടെ മുന്നോട്ട് പോയിട്ടുണ്ടാ? അപ്പൊ കമ്പനിന്റെ കൺസെപ്റ്റിൽ നിന്നും വരുന്ന പ്രോഫിറ്റുകളും കാര്യങ്ങളും അതിലേക്ക് മിക്സ് ചെയ്തിട്ട് തന്നെയല്ലേ ഇത് ഇത്രയും കാലം നിലനിന്ന് പോണത്. പക്ഷെ കമ്പനി കണ്ടുവച്ചിരുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇത്തരം ഒരു രീതിയിലേക്ക് ഞങ്ങൾ ഉറക്കം കെടുത്തുന്ന ഒരു വലിയ പ്രശ്നമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് 1.5 വർഷം കിടന്നുറങ്ങിയ നിങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളെ ഉറക്കം പോവാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം. കാരണം ആ രീതിയിലാണ് ഞങ്ങൾക്ക് ഈ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഈ ഹൈറിച്ചിനെ വിശ്വസിച്ച് വന്ന ആളുകൾ, ഞാനടക്കം ഈ ഒരു കമ്പനിയിൽ ഒരുപാട് ആളെ പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. ഞാൻ നിങ്ങളെ മുന്നിൽ ഇപ്പോഴും ഇന്ന് സംസാരിക്കുന്നത് എൻ്റെ പൈസ ഈ വിഷയത്തിലൂടെ നീ കാരണം പോയി എന്ന് പറയാൻ ഒരാളില്ല എന്നുള്ള ഉറപ്പ് തന്നെയാണ്. പിന്നെ എങ്ങനെ ഞാൻ 5 കൊല്ലം ഈ കമ്പനിയിൽ ഉണ്ടായി? ആ കമ്പനിയിൽ പൈസ ഇട്ടിട്ട് കളിക്കൽ മാത്രമല്ല ബിസിനസ് എന്നുള്ളതിന്റെ ഏറ്റവും ഉദാഹരണമല്ലേ അത്. അന്ന് ഞാൻ പ്രതാപൻ സാറിനോട് കാര്യം പറഞ്ഞിരുന്നു, അഥവാ ഈ കമ്പനി കുറച്ച് വളർന്ന് വലുതായി ഈ കമ്പനി നിങ്ങൾ വിൽക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്നെയും കൂട്ടി വിൽക്കണം എന്നാണ്. കാരണം ഈ കൺസെപ്റ്റിനെ ഞാൻ അത്രമാത്രം ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരുപാട് പ്രൊജക്റ്റുകൾ ഞാൻ അതിലൂടെ വിറ്റിരുന്നു, അതിൽ നിന്ന് വരുമാനം കിട്ടിയിരുന്നവനാണ് ഞാൻ. അത് നിന്നപ്പോൾ എൻ്റെ എല്ലാ മേഖലയും സ്റ്റോപ്പായവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ചെറിയ രീതിയിൽ ഒരു വരുമാനം ആഴ്ചയിൽ കിട്ടുന്ന 100 രൂപ, അത് മാസത്തിൽ കിട്ടുന്ന 400 രൂപ, ഇതൊക്കെ ഇട്ട് ക്യാൻസർ രോഗികളും ഡയാലിസിസ് രോഗികളും എല്ലാവരും ഉപജീവന മാർഗമായിട്ട് കണ്ടിരുന്ന ആളുകളെല്ലാം 1.5 വർഷത്തിലേറായിട്ട് പട്ടിണിയിലാണ്. ഇത് ആരാണ് അറിഞ്ഞത്? ഇവിടെ തട്ടിപ്പ് നടത്തിയ ഒരു കമ്പനിനെ പൂട്ടിട്ടു എന്നുള്ളത് മാത്രമേ ഈ ആളുകളിലേക്ക് അറിവുള്ളൂ. അപ്പൊ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം, അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കണം. അതിന് നമുക്ക് എന്താ മാർഗം? ഇങ്ങനെ ഒരു സൊസൈറ്റിയിലൂടെ അല്ലാതെ ഒരു വഴിയില്ല. കാരണം നമുക്കിത് എന്നോ ആവായിരുന്നു. പക്ഷെ നമ്മളുടെ കമ്പനി ലീഗലായിട്ട് ആ കാര്യങ്ങൾ ചെയ്തു പോരുമ്പോൾ അതിന് തടസ്സമാവണ്ട എന്ന് കരുതി മാറി നിന്നു, അല്ലെങ്കിൽ വക്കീലന്മാർ അത് പറഞ്ഞപ്പോൾ നമ്മൾ മാറി നിന്നു. പക്ഷെ ഇപ്പൊ ഇന്ന് 2 മാസത്തേക്കാണ് നമ്മളുടെ കേസുകൾ നീട്ടിയിട്ടുള്ളത്. അത് കേസ് ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പീൽ നൽകിയ കേസ് ഇന്നലെ എടുക്കേണ്ട ഒരു കേസായിരുന്നു. അത് ഇന്നാണ് എടുത്തത്, 2/6 മാറ്റിയിട്ടുള്ളത്, ജൂൺ 2-ാം തീയതിയിലേക്ക്. പിന്നെ നമുക്ക് മറ്റൊരു കേസ് ഉണ്ടായിരുന്നു, നമുക്കെതിരെ ആദ്യമായിട്ട് വന്ന കേസ്, ഹൈറിച്ചിലെ ഒരു മെമ്പർ പോലും അല്ലാത്ത ഒരു വ്യക്തി, ആ വ്യക്തി കൊടുത്ത കേസ് കോഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കേസ് മെയ് 20-ലേക്കും മാറ്റിയിട്ടുണ്ട്.
സോറി 29 മെയ് 29ലേക്ക്. ഈ രീതിയിൽ കേസ് നീണ്ടുപോയി. ഈ 2 മാസം കാത്തു നിൽക്കാൻ, അല്ലെങ്കിൽ ഈ 2 മാസം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഓക്സിജൻ അയച്ചിട്ടുള്ള ഒരു മെമ്പേഴ്സിനും ശരീരത്തിൽ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ആത്മഹത്യയിലേക്ക്, കൊറോണ എന്ന വലിയ ഒരു മഹാമാരി നമ്മളുടെ നാട്ടിൽ പിടിപെട്ട് ആളുകൾക്ക് ആർക്കും വരുമാനമില്ല, ജോലിയില്ല, പ്രയാസപ്പെട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റണില്ല. അഥവാ ആരെങ്കിലും ഒന്ന് പുറത്തിറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവനെ പിടിച്ച് ക്വാറന്റൈനിൽ കൊണ്ടുപോയിട്ട് നമ്മളെ വീട്ടിലത്തെ ഒരു അംഗം വേറെ എവിടെ കിടക്കണ്. ഈ രീതിയിൽ വലിയൊരു പിന്നെ പ്രത്യാഘാതം നമ്മളുടെ ഈ രാജ്യത്ത്, അല്ലെങ്കിൽ രാജ്യത്ത് ലോകത്ത് സംഭവിച്ചപ്പോ, ആ ഒരു സംഭവിച്ചതിൽ നിന്നും പല രീതിയിൽ ഗവൺമെന്റും മറ്റും ആ രീതിയിൽ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കരകയറാൻ പറ്റി. പക്ഷെ ജോലി എല്ലാവരുടെയും തടസ്സപ്പെട്ടപ്പോഴും ഹൈറിച്ച് കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് ആളുകൾ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കി. കൊറോണ വരുന്നതിന് മുമ്പേ വീട്ടിലിരുന്നിട്ട് മൊബൈലിൽ ഓർഡർ ചെയ്താൽ നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വിലക്കുറവിൽ എത്തുമെന്ന ഒരു കൺസെപ്റ്റ് കൊറോണ വരുന്നതിനും 2-3 വർഷം മുമ്പേ ഒരാൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഭാവി, ആ ഭാവിയിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഞങ്ങളൊക്കെ സ്വപ്നം കണ്ടത്? നമ്മളെ ഈ നാട്ടില് ഈ രീതിയിൽ നല്ലൊരു പ്രൊജക്റ്റ് ആവശ്യമില്ലാത്ത ഈ നാടിന് വേണ്ടിയോ? നമ്മളുടെ നാട്ടിലേക്ക് അന്യ രാജ്യങ്ങളിൽ നിന്നും പണം ഇങ്ങോട്ട് വരുന്ന ഒരു പദ്ധതി, ബംഗാളികളും മറ്റൊക്കെ പല രീതിയിൽ അന്യ സംസ്ഥാന ആളുകൾ നമ്മളെ നാട്ടിൽ നിന്ന് പണം ഇവിടെ ഒഴുക്കി കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് എല്ലാവരും ആവലാതിപ്പെടുമ്പോഴും അന്യ നാടുകളിൽ നിന്നും അന്യ രാജ്യങ്ങളിൽ നിന്നും കേരള മണ്ണിലേക്ക് പണമോ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു വലിയ പദ്ധതി ആവിഷ്കരിച്ച വ്യക്തി ജയിലിനുള്ളിലാണ്. അതെന്തോ കേസ് നടക്കണ്, കോടതിയിൽ കിടക്കുന്ന കാര്യങ്ങൾ അത് ആ രീതിയിൽ പോട്ടെ. കമ്പനി പിന്നെ കോടതിയും അതിന്റെ ലീഗൽ രീതിയിൽ പോയിക്കോളും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളാരാ? എന്തുകൊണ്ട് ഞങ്ങളുടെ വരുമാനം പോയി? ഞങ്ങളുടെ ജീവിതമാർഗം വഴിമുട്ടി. ഓരോ ആളുകളും ഇരുന്ന് കരയാ. ഇന്നലെ ഒരാൾ ഇന്നെ വിളിച്ചിട്ട് പറഞ്ഞ എന്താ അറിയോ? സ്വന്തം മകനെ കണ്ടിട്ടില്ല, 1 വർഷമായി, ഒരു കുട്ടി ഉണ്ടായതാ. ആ കുട്ടി ഉണ്ടായി നോക്കുമ്പോ ഭാര്യ വീട്ടുകാരെ കുറച്ച് പൈസ ഈ വിഷയത്തിൽ പെട്ടിട്ടുണ്ട് ഇവൻ കാരണം. അത് വലിയ വിഷയമായി. ലാസ്റ്റ് ഭാര്യ വീട്ടുകാർ കൊണ്ടുപോയി. അവിടെ നിന്നാണ് പ്രസവം നടന്നത്. ഇപ്പൊ 1 വർഷമായി കുട്ടിനെ കാണിച്ചെന്നിട്ടില്ല. ഭാര്യ സാറേക്ക് കുട്ടിനൊന്ന് കാണുന്നവർ. ഈ രീതിയിൽ എത്ര ആൾക്കാരാണ് ഉണ്ട് അറിയോ? ഒരു ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന്റെ അപ്പുറത്തുനിന്ന് ഏത് രീതിയിലാണ് ഓരോ ആൾക്കാരെ പ്രയാസം എന്ന് അറിയാൻ പറ്റുന്നില്ല. ബാങ്കുകളിൽ നിന്നുള്ള ശല്യങ്ങൾ, ഇത് കൃത്യമായിട്ട് ഒരു വരുമാനം പെരേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരായാലും ആ വരുമാനം അതിലേറെ ഒന്ന് കിട്ടുമോ എന്നോ, അല്ലെങ്കിൽ മറ്റു മേഖലകൾ റെഡിയാക്കി എടുക്കാനൊക്കെ പല കാര്യങ്ങളും ചെയ്യും, ഗോൾഡ് വിൽക്കും ഒക്കെ ചെയ്യും. അങ്ങനെ ചെയ്ത ആളുകൾ ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പേനുമ്മ സാരി കെട്ടിയിട്ടുള്ള ഫോട്ടോ നമുക്ക് വിട്ടുതരുന്നേ. ഈ ജനങ്ങളുടെ ഈ പണം തിരിച്ചു കിട്ടണ്ടേ? 4 കോടി രൂപന്റെ മാത്രം കേസുള്ള സമയത്ത് 270ഓളം കോടി രൂപ പിടിച്ചു വെച്ചിട്ട് ഞങ്ങൾ എന്തിന് പട്ടിണിക്കിടണം? ഞങ്ങളെ പ്രയാസം അറിയാൻ എന്താ ആരും ഇല്ലാത്തത്? മറ്റുള്ള ആളുകളെ പോലെ ഞങ്ങൾ നാട്ടിലിറങ്ങിയിട്ട് അതും ഇതും തമർത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാ? അങ്ങനെയൊക്കെയാണോ ഞങ്ങൾ പ്രതിഷേധം അറിയിക്കേണ്ടത്? മാന്യമായിട്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങളെ നിങ്ങൾ കേക്കി, ഞങ്ങളെ കമ്പനിയുടെ പ്രൊജക്ട് നിങ്ങൾ മനസ്സിലാക്കി. ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കണ്, ഏത് അന്വേഷണ ഉദ്യോഗസ്ഥരും ഇന്നെ വിളിച്ചോളി, ഞാൻ വരാം. ഈ ഹൈറിച്ചിന്റെ പ്ലാൻ ഞാൻ അവതരിപ്പിച്ചു തരാം. ആ പ്ലാൻ പ്രകാരം നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ചിട്ട് ആ പ്രൊജക്റ്റിൽ ലാഭമില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്തു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു പ്ലാൻ. ആ ഒരു രീതിയിലേക്ക് വന്നപ്പോ മറ്റുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് അവർക്ക് ഇത്രയും ഇത് വന്നു എന്ന് വെച്ചാൽ അവർക്ക് ഈ ഒരു കമ്പനി ഒരു ശല്യമായി മാറും എന്ന് കരുതിയിട്ടാണ് ഈ കാരണം. ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ ഏഷ്യാനെറ്റിൽ ഒരു പ്രോഗ്രാം കണ്ട്, ഓൺലൈൻ മേഖലകളിലേക്ക് എല്ലാ കച്ചവടവും കയറിയപ്പോ സാധാരണ കച്ചവടക്കാർ പട്ടിണിയിലാണ്, അവർക്ക് കച്ചവടമില്ലാന്ന്. ആരെങ്കിലും ഒരാൾ ഓൺലൈനിന്റെ കാര്യം പറയുമ്പോത്തിന് ഈ റീലുകളിലൊക്കെ വരാറുണ്ട്, എന്ത് പൈസ ഓൺലൈനുകാർക്കൊക്കെ നിങ്ങൾ കച്ചവടം കൊടുക്കും, പക്ഷെ ഒരു വെള്ളപ്പൊക്കോ കാര്യോ വന്നാൽ തരാൻ ഞങ്ങളാണ്.
അതാണ് സത്യം. അപ്പൊ അങ്ങനെയുള്ള കുത്തക കമ്പനികളുടെ ഓൺലൈൻ സംവിധാനത്തിനെ മാറ്റിമറിച്ച് നമ്മളെ നാട്ടിലുള്ള ഓരോ പിൻകോഡിലുള്ള പാവപ്പെട്ട ഏത് കച്ചവടക്കാരന്റെയും ഉൽപ്പന്നങ്ങളെ ഓൺലൈനിൽ കൂടി വിറ്റിട്ട് അവർക്ക് കച്ചവടം കൂട്ടാനും വരുമാനം ഉണ്ടാക്കാനും നമ്മളെ വീട്ടിലേക്ക് നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേന് ആ വാങ്ങിയതിന്റെ ഒരു ലാഭവീതം നമ്മളെ പോക്കറ്റിലേക്ക് തന്നെ തിരിച്ചു തരുന്ന ഒരു ബെറ്റർ സംവിധാനം കൊണ്ടുവന്നപ്പോ എന്തുകൊണ്ട് നമ്മളെ നാടിനത് വേണ്ട? പിന്നെ എന്താണ് നമ്മുടെ നാടിന് വേണ്ടത്? ഈ ഒരു കാര്യങ്ങള് ഏതായാലും ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒരുപാട് വിഷമങ്ങളുണ്ട് ആളുകളുടെ കാര്യങ്ങൾ കേട്ടപ്പോ. ഈ ആളുകൾക്ക് കംപ്ലീറ്റ് അവരുടെ പ്രശ്നങ്ങൾ. അപ്പൊ നമ്മളിവിടെ ഹൈറിച്ചിനെ രക്ഷപ്പെടുത്തലല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹൈറിച്ച് കമ്മ്യൂണിറ്റിനെ റിവൈവ് ചെയ്യാനാണ് ഞങ്ങളൊരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾ ബൈലോയിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ബൈലോ ആർക്ക് വേണമെങ്കിലും ഞങ്ങൾ കാണിച്ചു. പക്ഷെ ആ ബൈലോയിൽ എഴുതിയിട്ടുള്ള കാര്യം ഹൈറിച്ച് സൊസൈറ്റി കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഹൈറിച്ച് കമ്മ്യൂണിറ്റിയുടെ നഷ്ടപ്പെട്ട തൊഴിലും വരുമാനവും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുക, ഹൈറിച്ച് സമൂഹത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക. ഈ വക കാര്യങ്ങളെ ഉള്ളൂ ഞങ്ങൾക്ക്. ഇപ്പൊ ഹൈറിച്ച് കമ്മ്യൂണിറ്റിന്റെ എല്ലാവർക്കും ഉള്ള ആവശ്യം കമ്പനീനെ തിരിച്ചു കൊണ്ടുവരാനാ. കാരണം ഇപ്പൊ ഇതിൽ ചില ആൾക്കാർക്ക് പറയാണ്ടാവും, കമ്പനീനെ തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ ജനങ്ങളെ പൈസ കൊടുക്കാനാണ് എന്നുണ്ടെങ്കിൽ കോമ്പിറ്റന്റ് അതോറിറ്റി ഇപ്പൊ ലാസ്റ്റ് നമ്മൾക്ക് ഫൈനൽ തീരുമാനം വന്നല്ലോ ബഡ്സിലൂടെ. ആ ബഡ്സിൽ വന്ന സമയത്ത് നമ്മൾ അപ്പീൽ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആൾക്കാർക്ക് പൈസ എടുത്തു കൊടുത്തുകൂടായിന്നാണ്. ആ പൈസ അങ്ങനെ എടുത്തു കൊടുക്കൊന്നുമില്ല. അതിന്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ കുറെ കാലങ്ങൾ താമസം വരാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അപ്പൊ കമ്പനി തിരിച്ചു വന്നാൽ കമ്പനി ആ കൃത്യമായിട്ടും തന്നിരുന്ന രൂപത്തിൽ തന്നു. അതുപോലെ തന്നെ അത്യാവശ്യമുള്ള ആളുകൾക്ക് അതിൽ തുടരാൻ താല്പര്യമില്ലാത്തവർക്ക് അവരെ പൈസ വാങ്ങി പോവാനൊക്കെ ഉള്ള ആ ഒരു രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് ജനങ്ങളുടെ പ്രയാസം, ജനങ്ങളുടെ ആശങ്ക മാറ്റണം. 4-5 കോടി രൂപന്റെ കേസിന് വേണ്ടി 270 കോടി രൂപ എടുത്തു വെച്ചിക്കുക. മറ്റുള്ള ഏത് കമ്പനിക്കാരും പൈസ ഇല്ലാതാവുമ്പോൾ ഇത് പൊട്ടിപ്പോക്കാണ് സാധാരണ പതിവ്. അപ്പോ ആ കാര്യത്തിലേക്കാണ് നമ്മൾ ഈ സൊസൈറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സൊസൈറ്റിന്റെ കൂടെ എല്ലാവരും ഉണ്ടാവുക. ഇനി മറ്റൊരു കാര്യം, പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട്, ഞാനൊരു കേസ് കൊടുത്താലല്ലേ എനിക്ക് കാശ് കിട്ടുള്ളൂ എന്ന്. എത്ര ആൾക്കാരെ പറഞ്ഞു പറ്റിച്ചു, നിങ്ങൾ കേസ് കൊടുത്താലേ പൈസ കിട്ടുള്ളൂ, കേസ് കൊടുത്താലേ പൈസ കിട്ടുള്ളൂ എന്ന്. എന്നിട്ട് ആ പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ പോയിട്ട് കേസ് കൊടുത്തത്? നിങ്ങൾ കൊടുത്ത കേസ് എന്താ ഈ 420 ഇട്ടത്? ഈ 420 ഇട്ട് കഴിഞ്ഞാൽ എവിടുന്നാണ് കാശ് കിട്ടുക? അതിന് സിവിൽ കേസ് അല്ലായിരുന്നോ കൊടുക്കേണ്ടിന്ന്? അത് നിങ്ങൾക്ക് എന്തേ അവർ പറഞ്ഞു തരാഞ്ഞത്? നിങ്ങൾ കൊടുത്ത 40-50 കേസുകളല്ലേ ഈ കമ്പനി ഇപ്പൊ തിരിച്ചു വരാൻ പറ്റാതായത്? നിങ്ങൾ കൊടുത്ത 40-50 കേസുകൾ കൊണ്ടല്ലേ ഇന്ന് ആ പ്രതാപൻ സാർ ജയിലിന്റെ ഉള്ളിൽ കിടക്കുന്നത്, അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തത്? ഒരു കേസ് തീരുമാനമാകുമ്പോഴത്തിന് അടുത്ത കേസ്. 1.5 വർഷമായിട്ട് 50 കേസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഹൈറിച്ചിന്റെ മാത്രം വിജയമാണ്. അത് അന്വേഷണ ഉദ്യോഗസ്ഥർ കേസും പരാതി എടുക്കണില്ല എന്നുള്ള ആക്ഷേപം വരെ ഉണ്ടായി. പക്ഷെ അതിന്റെ സത്യാവസ്ഥ 8 വർഷമായിട്ട് 100 രൂപ പോലും ഞങ്ങൾക്ക് തരാനില്ലാത്ത, കടമാക്കാത്ത, കൃത്യത പാലിച്ച ഒരു കമ്പനിക്കെതിരെ കേസാണ് കൊടുക്കാൻ നേരത്ത് ഉള്ളൊന്ന് പിടക്കും. എന്തിന്? ഈ കമ്പനിയല്ല ഞങ്ങളെ ഈ കോലത്തിലാക്കിയത്. അതുകൊണ്ടാണ് 1.5 കൊല്ലമായിട്ട് ഈ 50-60 കേസിൽ ഒതുങ്ങി നിൽക്കുന്നത്. ആ 50-60 കേസിലെ ഭൂരിഭാഗം ആളുകളും അത്യാവശ്യങ്ങളായതുകൊണ്ട് ഇവന്മാരെ വാക്ക് കേട്ട പൈസ കിട്ടും എന്നുള്ളവർക്ക് പോയിട്ട് കൊടുത്തതാ. പക്ഷെ ആ ഒരു പൈസ കിട്ടുമെന്ന് വിചാരിച്ച് പോയി കൊടുത്തത് കാരണം 420 പെട്ട് ഈ ആളുകൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക, കമ്പനി തിരിച്ചു വരുമ്പോഴും കേസുകൾ ഉണ്ട് എന്ന് പറയുക എന്നല്ലാതെ ഈ ഇത്രയും കേസുകളില്ലെങ്കിൽ നമ്മളെ കമ്പനി ഇവിടെ വന്നു. അതുകൊണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ആ കേസിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുക. അത് അല്ലാതെ അതിനെ പറ്റി കൂടുതൽ പറയാനില്ല. അപ്പോ നമ്മൾ പോയി മണ്ണിട്ട് മൂടി ഇനി ഹൈറിച്ച് എന്നൊരു സാധനം ഇല്ലാന്ന് ആദ്യത്തെ 15 ദിവസം കൊണ്ട് തന്നെ തീരുമാനമാക്കിയ പല ഗ്രൂപ്പുകാരും ഉണ്ടായിരുന്നു. അവരടിയിൽ 1.5 വർഷത്തോളായിട്ട് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഞങ്ങളിൽ പ്രതീക്ഷ ഉണ്ട്. കാരണം ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളെ കമ്പനീന്റെ പ്രൊജക്റ്റ് ഞാൻ പറയണേ, ഈ പ്രൊജക്റ്റ് കേൾക്കാൻ വരുന്ന ആൾക്കാർക്ക് പ്രൊജക്റ്റ് പറഞ്ഞു തന്നാൽ മനസ്സിലാവണമല്ലോ ആവണമെന്ന് ഞാൻ ആദ്യം പറയാം. അങ്ങനെ മനസ്സിലാവണം ആർക്കും ഈ പ്രൊജക്റ്റ് ലാഭമുള്ളതാണെന്നും ഗവൺമെന്റിനും നമ്മളെ നാടിനും ലാഭമാണ് എന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു പ്രൊജക്റ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മണ്ണിട്ട് മൂടി എന്നുള്ളത് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, ഒരു ആളെ തൂക്കിക്കൊല്ലാൻ വിധിച്ച് ലാസ്റ്റ് തൂക്കിലേറ്റാൻ വേണ്ടി ഡോക്ടർമാരെ പരിശോധനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം അവനെ ചങ്ങലയിലൊക്കെ ബന്ധിപ്പിച്ച് ഓനെങ്ങനെ കൊണ്ടുപോവാ തൂക്കയറമ്മക്ക്. ആ സമയത്ത് 2 സൈഡിൽ ഓരോ പോലീസുകാരുണ്ട്. ഇപ്പൊ സെന്ററിൽ നടന്നു പോകുമ്പോ ആ പോണ വഴി കംപ്ലീറ്റ് കച്ചറ കിടന്നിട്ട് ഭയങ്കരമായ അസഹ്യമായ സ്മെല്ല്.
അപ്പൊ ഇവൻ ഇവരോടൊരു ദയനീയമായ ഒരു ചോദ്യം ചോദിച്ചു. എന്താണ് സാറേ, എന്റെ ലാസ്റ്റ് യാത്ര അല്ലേ, എന്റെ അവസാനത്തെ യാത്ര അല്ലേ, ഈ സമയത്തെങ്കിലും നീ പോണ വഴി ഒന്ന് ക്ലിയർ ആക്കിയിട്ടൂടായിരുന്നാ, എനിക്കൊരു നല്ല രീതിയിൽ പോയിക്കൂടെ എന്ന്. ആ പോലീസുകാരെ പറഞ്ഞ മറുപടി, എനിക്ക് അങ്ങോട്ട് പോയാൽ മതി, ഞങ്ങൾക്ക് വീടും പോരാനുള്ളതാണ്. പക്ഷേ അതേ രീതിയിൽ നിങ്ങൾ ഞങ്ങളെ കാണണ്ട, ഞങ്ങൾ ഈ വഴിയിൽ ഇങ്ങനെ തന്നെ തിരിച്ചു വരും. കാരണം ഞങ്ങൾക്ക് വന്നേ പറ്റൂ, ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റൂ. ഇന്ത്യൻ ഭരണഘടനയിൽ ഒരാൾക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യം ഞങ്ങൾ വാങ്ങിയെടുക്കുക തന്നെ ചെയ്യും, നിയമപരമായിട്ട് തന്നെ. ഞങ്ങൾക്ക് പറയാനുള്ള അവകാശങ്ങൾ ഞങ്ങൾ ഇന്ന് നമ്മളെ സൊസൈറ്റി ഇടപെട്ടുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപി സാറിന് നമുക്ക് ഒരു നിവേദനം കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നാളെ മറ്റന്നാൾ മുഖ്യമന്ത്രിക്ക് നമ്മളെ നിവേദനം പോവുകയാണ്. മറ്റൊരു കാര്യം, ഇപ്പൊ ഇതാ എന്റെ മുന്നിൽ കാണേണ്ട, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ദ മാനേജർ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ചങ്ങനാശ്ശേരി ബ്രാഞ്ച്. സർ, കേരളത്തിനകത്തും പുറത്തുമായി 16 ലക്ഷത്തോളം അംഗങ്ങളുള്ള ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലെ അംഗമായ, പേര് ഞാൻ പറയണില്ല, എന്ന വ്യക്തി ഈ ബാങ്കിൽ നിന്നും വാങ്ങിയ കാശും പറഞ്ഞില്ല, സംഖ്യയുടെ തിരിച്ചടവ് മുടങ്ങിയതായ വിവരവും അതുനിമിത്തം അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള മാനസിക സംഘർഷങ്ങളും ഈ വ്യക്തി അടക്കമുള്ള 16 ലക്ഷത്തോളം അംഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിച്ച സൊസൈറ്റി എന്ന നിലക്ക് രേഖാമൂലം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ഈ വ്യക്തി കൂടി ഉൾപ്പെടുന്ന അംഗങ്ങളുടെ ഭീമമായ ഒരു സംഖ്യ അവർ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈറിച്ച് കമ്പനിയുടെ അക്കൗണ്ടിൽ നിലവിലുണ്ട്. എന്നാൽ ചില നിയമക്കുരുക്കിൽപ്പെട്ട് പ്രസ്തുത സംഖ്യ സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നതിനാൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് കേരള ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസ്തുത കേസിനൊരു തീരുമാനമാകുന്നത് വരെ ചുരുങ്ങിയത് ഒരു 6 മാസത്തെ കാലയളവെങ്കിലും ഈ വ്യക്തിക്ക് നൽകണമെന്നും, പണം അക്കൗണ്ടിൽ ഉണ്ടായിട്ട് പോലും അടക്കാൻ കഴിയാത്ത ഇത്തരം സാഹചര്യത്തിൽ മാനസിക സമ്മർദ്ദം നേരിടുന്ന ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലക്ക് സാവകാശം അനുവദിച്ച് നൽകണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. നമ്മുടെ സൊസൈറ്റിന്റെ ലെറ്റർ പേഡിൽ നമ്മൾ അയക്കാനുള്ളതാണ്. ഇന്നലെ 2 അയച്ചു കഴിഞ്ഞു. ഇതിന്റെ റിസൾട്ട് എത്ര എന്നുള്ളതല്ല വിഷയം, നമുക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിയും നമ്മളെ ഈ സൊസൈറ്റിക്ക് വേണ്ടി. അതുകൊണ്ട് എൻ്റെ ഈ ശബ്ദം കേൾക്കണ ഹൈറിച്ച് സൊസൈറ്റിയിലുള്ള ഓരോ ഉമ്മമാരോടും പെങ്ങന്മാരോടും പറയാം, നിങ്ങൾ അവിവേകങ്ങളൊന്നും കാണിക്കരുത്. പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആ പ്രയാസങ്ങളെ ദൈവമായിട്ട് തന്നെ നമുക്ക് പരിഹരിച്ചു തരും. എന്നോട് ഒരാൾ ചോദിച്ചു, പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചോ? ഞാൻ പറഞ്ഞു, ആദിക്കേനെ പൊളിഞ്ഞതുകൊണ്ട് അടിച്ചേണ്ട ആവശ്യം വന്നില്ല. ആ രീതിയിലാണ് നമ്മളെ അവസ്ഥ. എല്ലാ റമദാൻ മാസങ്ങളിലും ഒരു മാസത്തേക്ക് ഒരു വീട്ടുകാർക്ക് ഉപയോഗിക്കാനുള്ള മൊത്തം സാധനങ്ങളുള്ള ഓരോ ചാക്കയിട്ട് ഞാൻ എൻ്റെ കുടുംബങ്ങളിലേക്കൊക്കെ വണ്ടിയിൽ കൊണ്ടിട്ട് കൊടുത്തിരുന്ന വ്യക്തിയാണ്. ഈ പ്രാവശ്യം എൻ്റെ അനിയന്റെ വകയായിട്ട് എൻ്റെ വീട്ടിലേക്ക് സാധനം കൊടുന്നിട്ടാ എൻ്റെ കുടുംബം കഴിഞ്ഞു പോണത്. ഈ ഒരു അവസ്ഥയിൽ നമ്മളെല്ലാവരും എത്തി. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ഒരു ഉരുൾപൊട്ടലും അല്ല, ഒരു മുല്ലപ്പെരിയാറും അല്ല, ഒരു കൊറോണയല്ല, ഒരു നിപ്പയുമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് വന്ന വലിയൊരു ആഘാതം. അത് ചിലവർ ആത്മഹത്യ ചെയ്തിട്ടാവാം, ചിലവർ മാനസികമായി തളർന്നിട്ടാവാം, ചിലവർ ശാരീരികമായി കുഴഞ്ഞു പോയിട്ടാവാം. ഒന്നുമില്ലാതിരിക്കട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും അവിവേകങ്ങൾ ആരും കാണിക്കരുത്. നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ സാധിക്കണില്ല, ഈ ആളുകളെ വഴിയിലിട്ട് പോവാൻ മനസ്സ് വരുന്നില്ല, അല്ലാത്ത ഒരു ദുരുദ്ദേശങ്ങളും ഇല്ല. ഈ സൊസൈറ്റിക്ക് നിക്ഷേപം സ്വീകരിക്കാൻ പറ്റൂല, ഈ സൊസൈറ്റിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റൂല. ഈ സൊസൈറ്റി കൃത്യമായിട്ടും വരിസംഖ്യ ഉണ്ട്, അതും ഞാൻ പറഞ്ഞുതരാം. ഒരു 200 രൂപ വാർഷിക വരിസംഖ്യ വാങ്ങിക്കൊണ്ടേ ഈ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് ആർക്കും എടുക്കാൻ കഴിയുള്ളൂ. കാരണം ഇതിന്റെ നടത്തിപ്പിന്റെ ചെലവിന് വേണ്ടിയിട്ട് അത് നമ്മളെ ബൈലോല് തന്നെ ഉള്ളതാണ്. ഓരോ മെമ്പർമാരും ഇപ്പൊ ഫ്രീ രജിസ്ട്രേഷനിൽ വന്നവർക്കും റെസിപ്റ്റും പൈസയും വാങ്ങിയിട്ട് തന്നെ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുള്ളൂ. പിന്നെ ഓരോ മെമ്പർമാർക്കും വേണ്ടിയാണ് നമ്മൾ ഓരോ കേസും ഫയൽ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാണ്ട് എല്ലാവരും നമുക്ക് നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, സമയം ഒരുപാട് വൈകി. താങ്ക് യു. വളരെയധികം ഹൃദയത്തിൽ തൊടുന്ന വാക്കുകളാണ് നമ്മോട് ബാരി സാർ പറഞ്ഞത്. ഒരുപാട് വിഷമം ഈ ഹൈറിച്ചിലെ ഓരോ മെമ്പേഴ്സും അനുഭവിക്കുന്നുണ്ട്. സ്റ്റേറ്റ് കമ്മിറ്റി എന്ന നിലയിൽ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എന്ന നിലയിൽ ഒരുപാട് പേർ നമ്മളെ വിളിക്കുന്നുണ്ട്, ഇതേപോലുള്ള വിഷമങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ആശ്വസിക്കാനോ അവരെ ആശ്വസിപ്പിക്കാനോ ചില സമയത്ത് വാക്കുകൾ കിട്ടാതെ വരുന്നുമുണ്ട്. ബാരി സാറിന്റെയും പ്രശ്നം അത് തന്നെയാണ്. എങ്കിലും ഓരോരുത്തർക്കും നമ്മുടെ സൊസൈറ്റി പ്രതീക്ഷയുടെ പൊൻകിരണം ഉണ്ട് എന്ന് നമുക്ക് കാണാം. ഇനി നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ തന്നെ
നമ്മുടെ മലപ്പുറത്തിന്റെ ശബ്ദമായ മൊയ്തീൻകുട്ടി ബ്ലോഗ് എന്ന് പറഞ്ഞ് ഒരു ബ്ലോഗർ നമ്മുടെ ഹൈറിച്ചിന്റെ ഒപ്പം, ഹൈറിച്ച് ജനതയുടെ ഒപ്പം നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ ഒരുപാട് സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറങ്ങിത്തിരിക്കുകയാണ്. ഹൈറിച്ചിന് വേണ്ടി സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഹൈറിച്ചിനെ എങ്ങനെ രക്ഷിക്കണം എന്ന് വേണ്ടിയിട്ടും പൊരുതുന്നവരുടെ എങ്ങനെ അവരെ മനോവീര്യം കെടുത്താം എന്നു കരുതി മുന്നോട്ട് ഇറങ്ങുകയാണ് കുറച്ച് നെഗറ്റീവുകാര്. എന്തിനു വേണ്ടിയാണ്? ഈ പാമ്പ് കടിക്കുന്നത് വിഷം ചീറ്റിക്കുക എന്നുള്ളതാണ്. അവരുടെ വിശപ്പൊന്നും മാറുന്നില്ലല്ലോ. എങ്കിലും അവരെ സംബന്ധിച്ച് കുറെ പേരെ കഷ്ടപ്പെടുത്തുക. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന പഴയ കാലത്തെ എന്തോ അബദ്ധത്തിൽ ഒരു മുൻ MLA, നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു മുൻ MLA, നാട്ടുകാരുടെ എല്ലാവരുടെയും സ്വത്തിനും നിയമങ്ങൾക്കും എല്ലാത്തിനും കാവലായി നിൽക്കുന്ന മുൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മുടെ ഹൈറിച്ചിനെതിരെ, നമ്മുടെ പാവങ്ങൾക്കെതിരെ പൊരുതിയപ്പോൾ, അവർക്കെതിരെ പ്രവർത്തിച്ചപ്പോൾ 60 കമ്പനികൾ നമ്മൾ പൂട്ടിയിട്ടുണ്ട്, ഈ ഹൈറിച്ചിനെ നമ്മൾ നിഷ്പ്രയാസം പൂട്ടുമെന്ന് പറഞ്ഞ് ചില കമ്പനികളുടെ പ്രതിനിധികൾ വലിയൊരു ഹാളിൽ കുറെ പേരുടെ മുന്നിൽ വെച്ച് ശപഥം ചെയ്തപ്പോൾ അതിനെതിരെ പ്രവർത്തിക്കാനാണ് നമ്മൾ ഈ സൊസൈറ്റിയും ഈ മൊയ്തീൻകുട്ടി സാറിന്റെ പോലത്തെ ആളുകളും നമ്മുടെ ഹൈറിച്ചിൽ പ്രവർത്തിക്കുന്നത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും സ്നേഹത്തോടെ തന്നെ ഹൈറിച്ചിന് വേണ്ടി പടപൊരുതുന്ന, തന്റെ ലക്ഷ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, സത്യമായ കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മൊയ്തീൻകുട്ടി സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം മൊയ്തീൻകുട്ടി സാർ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, കേൾക്കുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കട്ടെ. ഉണ്ട് സാർ. ഓക്കെ, വളരെ സന്തോഷം. ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റിയുടെ ഇന്നത്തെ സൂം മീറ്റിംഗ് വളരെ കൃത്യമായി എന്താണ് ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി എന്നും എന്താണ് ഈ സൊസൈറ്റിയുടെ ലക്ഷ്യങ്ങൾ എന്നും വിനു മാരാർ സാറും ബാരി സാറൊക്കെ കൃത്യമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ വളരെ വൈകിയ വേളയിൽ 1-2 കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പരാമർശിക്കാനുള്ളത്. ഞങ്ങളൊക്കെ ഇതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് ഒരൊറ്റ ലക്ഷ്യവും, ഇതിൽ ഒരുപാട് ആളുകൾ നമ്മളെ ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ കാശ് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മൾക്ക് ആർക്കും നമ്മളുടെ കാശ് നഷ്ടപ്പെടരുത്. ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ പറഞ്ഞു. നമ്മൾ ഓക്കെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ 1.5 വർഷമായി നമ്മുടെ കമ്പനി കേസുമായി മുന്നോട്ട് പോവുകയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, ഈ 1.5 വർഷത്തിനടുക്ക് 16 ലക്ഷം ഐഡികൾ ഉണ്ടായിട്ടും കേവലം വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ നമ്മുടെ കമ്പനിക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ളൂ, കമ്പനിക്കെതിരെ കേസിന് പോയിട്ടുള്ളൂ. കൃത്യമായി ആ കേസിന് പോയവരിൽ 90% നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചാക്കിട്ട് കൊടുത്തതിൽ കുടുങ്ങിയിട്ടാണ് ആ സാധുക്കൾ പോയിട്ടുള്ളത്. അവർ കൊടുത്ത കേസ് എന്താണെന്നുള്ളതും കൃത്യമായിട്ട് ഇവിടെ ബാരി സാർ ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു. ബാക്കി 16 ലക്ഷം കമ്മ്യൂണിറ്റിയിൽ 16 ലക്ഷം ഐഡികളിൽ ബാക്കിയുള്ളവർ നമ്മളൊന്നും എന്താ കേസിന് പോവാത്തത്? നമ്മൾക്ക് കൃത്യമായി ബോധ്യമുണ്ട് നമ്മുടെ കമ്പനി നമ്മളെ പറ്റിച്ചിട്ടില്ല എന്ന്. 2016 തുടങ്ങി കോമ്പിറ്റന്റ് അതോറിറ്റി 2023 ഡിസംബറിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നത് വരെ ബാരി സാറ് പറഞ്ഞ പോലെ 1 രൂപ ഒരാൾക്കും തരാതിരുന്നിട്ടില്ല. ഈ കമ്പനി ആരെയും പറ്റിച്ചിട്ടില്ല, ഈ കമ്പനി ആരെയും ചതിച്ചിട്ടില്ല. ഈ കമ്പനി നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് നമ്മുടെ ഒക്കെ പ്രശ്നങ്ങൾ മാറ്റിയിരുന്ന ഒരു കമ്പനിയായിരുന്നു ഹൈറിച്ച്. കൃത്യമായിട്ട് തന്നെ വിഷൻ ഉണ്ടായിരുന്നു, കൃത്യമായിട്ട് തന്നെ മിഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കേരളത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കമ്പനി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ നല്ല പ്രയാസമാണ്. അതിനെ ഏത് രീതിയിൽ തുരങ്കം വെക്കാം എന്ന് ഗവേഷണം നടത്തുന്ന മറ്റൊരു വിഭാഗം നമ്മുടെ മറ്റൊരു നാട്ടിലും ഇല്ലാത്തൊരു ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. അത് പല ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്, അതൊന്നും ഈ വൈകിയ വേളയിലൂടെ പറയുന്നില്ല. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് കേസിന് പോയില്ല? നമ്മളെ കമ്പനി നമ്മൾ ആരെയും പറ്റിച്ചിട്ടില്ല. കോമ്പിറ്റന്റ് അതോറിറ്റി ഫ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ആർക്കും കാശ് കിട്ടിയില്ല. അതാണ് അതിന്റെ കാരണം. പിന്നെ പല ഗ്രൂപ്പുകളും, ഞാൻ പരമാവധി ബാരി സാറും വിനുമാരാ സാറൊക്കെ പറയാത്ത കാര്യങ്ങളാണ് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. പല ഗ്രൂപ്പുകളിലും കേൾക്കുന്നത്, എന്തിനാണ് ഈ ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി എന്ന ഒരു സംഘടന എന്തിനാണ്, ഈ സൊസൈറ്റി എന്തിനാണ്, എന്താണ് ഇതിൽ കൊണ്ടുള്ള ഗുണം? കഴിഞ്ഞ 1.5 വർഷമായി നമ്മൾക്ക് കിട്ടാത്ത ഒരു ഗുണം ഇവർ വന്നാൽ എങ്ങനെ കിട്ടും? പിന്നെ
ഇന്നലെ കേട്ടൊരു ഗ്രൂപ്പില് ഈ സൊസൈറ്റി രൂപീകരിച്ചതിന് ശേഷം, സംസ്ഥാന കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ അതിന്റെ ഒരു പ്രവർത്തനങ്ങളും നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ. അവരുടെ ലക്ഷ്യം വേറെയാണ്. ഈ രീതിയിലൊക്കെ വളരെ തെറ്റായ കാര്യങ്ങൾ അറിയാതെ ആധികാരികമായി സംസാരിക്കുന്നത് പോലെയുള്ള സംസാരങ്ങളാണ് പല ഗ്രൂപ്പുകളിലും വരുന്നത്. പ്രിയപ്പെട്ടവരെ, ബാരി സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു എന്തിനാണ് ഈ സൊസൈറ്റി എന്നുള്ളത്. എന്തിനാണ് ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങളോട് കൃത്യമായി പറഞ്ഞു. സൊസൈറ്റി നിയമാനുസൃതം രജിസ്റ്റർ ചെയ്തത് കൊണ്ട് തന്നെ ഓരോ വർഷവും ഇതിന്റെ വരവ് ചെലവ് കണക്കുകളും റിപ്പോർട്ടുകളും സർക്കാരിലേക്ക് കൊടുക്കണം. അതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഈ സൊസൈറ്റി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ നമ്മുടെ കാശ് നഷ്ടപ്പെടരുത്. നമ്മുടെ കമ്പനിയുടെ പ്രൊജക്ടുകൾ വളരെ മനോഹരമായ കൺസെപ്റ്റുകളാണ്. നമ്മളെല്ലാവരും ഈ കൺസെപ്റ്റ്, ഈ മനോഹരമായ പ്രൊജക്ട് കണ്ടിട്ടാണ് ഹൈറിച്ചിന്റെ കൂടെ നമ്മളെല്ലാവരും അസോസിയേറ്റ് ചെയ്ത് ഈ ഒരു കമ്പനിയെ തിരിച്ചു കൊണ്ടുവരണം. ഈ പ്രൊജക്ടുകളൊക്കെ ഈ നാട്ടിൽ നിലനിൽക്കണം. അതിലൂടെ നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ, 2023 ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. 2023 ഈ കമ്പനിക്കെതിരെ കേസുകൾ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര ലക്ഷം ജനങ്ങൾക്ക് നമ്മൾക്കിന്ന് പട്ടിണി മാറ്റാൻ കഴിഞ്ഞു. ഇപ്പൊ ബാരി സാറ് പറഞ്ഞു കഴിഞ്ഞ നോമ്പിനൊക്കെ ചാക്ക് കണക്കിന് കിറ്റുകളാണ് പല സ്ഥലങ്ങളിലും കൂടി. ഇപ്രാവശ്യം അദ്ദേഹത്തിന് അനിയനാണ് അദ്ദേഹത്തിന് കൊടുത്തത്. നമ്മളെ പ്രതീക്ഷ എത്ര ആളുകളുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹൈറിച്ച് ഞാൻ അവസാനത്തെ വണ്ടിക്ക് വന്ന ആളാണ്. 2023 ജൂലൈയിലാണ് ഞാൻ നേടിയിരിക്കുന്നത്. കൃത്യം 4-5 മാസത്തിന് ശേഷം കോമ്പിറ്റന്റ് അതോറിറ്റി ഫ്രീസ് ചെയ്തു. എന്നിട്ടും ഞാൻ എന്തുകൊണ്ട് ഈ ഹൈറിച്ച് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കും? ഞാൻ മൊയ്തീൻകുട്ടി ടോക്സ് എന്ന എന്റെ യൂട്യൂബ് ചാനൽ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഇപ്പൊ ഏകദേശം 8000 വാച്ച് അവർ ആയി. ഞാൻ ഇതുവരെ അത് മോണിറ്റൈസേഷൻ ഒന്നും ചെയ്തിട്ടില്ല. 4000 മണിക്കൂർ കഴിഞ്ഞാൽ മോണിറ്റൈസ് ചെയ്യാന്നൊക്കെ പറയുന്നു. എനിക്ക് പറയാനുള്ളത് ഈ കമ്മ്യൂണിറ്റിയോട് വിളിച്ചു പറഞ്ഞു. ഞാൻ അറിയുന്ന സത്യങ്ങൾ, ഞാൻ അനുഭവിച്ച സത്യങ്ങൾ, ഈ ജനങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ എനിക്ക് മറ്റുള്ളവരെ അറിയിക്കണം. അതിനൊരു മാർഗമായിട്ടാണ് ഞാൻ ഈ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പല രീതിയിലുള്ള അറ്റാക്കുകളൊക്കെ വന്നു കഴിഞ്ഞു. ഞാൻ അതെല്ലാം പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ പറയുന്നത് പോലെ തന്നെ എനിക്ക് വരുന്ന പന്ത് എങ്ങനെയാണോ ഞാൻ അതിനനുസരിച്ചാണ് ബാറ്റ് ചെയ്യാറുള്ളത്. കൃത്യമായിട്ട് ബാറ്റ് ചെയ്യാൻ അറിയുന്ന ആളാണ്, ഒരു സംശയവും വേണ്ട. കൃത്യമായിട്ട് ബാറ്റ് ചെയ്യാൻ അറിയുന്ന ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ സൊസൈറ്റിക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. പിന്നെ എന്ത് ചെയ്തു, സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇതുവരെ എന്ത് ചെയ്തു എന്നൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. ഒരു സൊസൈറ്റി ആകുമ്പോൾ അങ്ങനെയാണല്ലോ. അതിനൊരു നിയമാവലി ഉണ്ടാവും, ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാവും, ഒരു സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടാവും, ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാവും. പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളോട്, കമ്മ്യൂണിറ്റിയോട് നമ്മൾ വിളിച്ചു പറയും. ഒരുപാട് കാര്യങ്ങൾ ഈ ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി എന്ന ഈ സംഘടന ചെയ്തു കഴിഞ്ഞു. സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നു. ദിവസവും 24 മണിക്കൂറും അവർ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനും, ഈ കമ്മ്യൂണിറ്റിയിലൂടെ നമ്മൾക്ക് പറയാനുള്ളത് വിളിച്ചു പറയാനും, നമ്മൾക്ക് ചെയ്യാനുള്ളത് ചെയ്യാനും, സൊസൈറ്റി നമ്മളെ ഈ കമ്മ്യൂണിറ്റിയുടെ കൂടെ, ഓരോരുത്തരുടെയും കൂടെ കട്ടക്ക് നിൽക്കാനുമാണ് ഈ സൊസൈറ്റി രൂപീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് സൂമിലൂടെ പറയാനുള്ളത് പല സംഗതിയും ചെയ്തു കഴിഞ്ഞു. ഇനി ഒരുപാട് സംഗതികൾ ചെയ്യും. ഞാൻ സംസ്ഥാന കമ്മിറ്റി ഇല്ല, എന്നാലും കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മൾ സംഘടിതരല്ലായിരുന്നു. ആ സംഘടിതരല്ലാത്തതിന് ആകാനുള്ള കാരണം കൃത്യമായി ബാരി സാർ പറഞ്ഞു. നമ്മുടെ കമ്പനിയുടെ കേസുമായി മുന്നോട്ട് പോയിരുന്ന അഡ്വക്കേറ്റ്സ് അവരുടെ അഭിപ്രായം പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെ കമ്മ്യൂണിറ്റി സംഘടനയുടെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ആവശ്യമില്ല. അവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് നമ്മൾ സംഘടിതരല്ലാതിരുന്നത്. എന്നാൽ ഇത് മുതലെടുത്തുകൊണ്ട് മറ്റൊരു കൂട്ടർ ഇവിടെ തഴച്ചു വളർന്നു. അതിലൊരുപാട് പേര് പെട്ടുപോയി. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾക്കൊരു സൊസൈറ്റി നിലവിൽ വന്നു കഴിഞ്ഞു. പലതും നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയൊക്കെ നിലവിൽ വരുന്നതോടുകൂടി നമ്മൾക്ക് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു നിയമാനുസൃതം ഒരു സൊസൈറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞു തരണ്ട. ഓരോന്നായിട്ട് വരുന്ന ആളുകൾ. ഇപ്പൊ ബാരി സാറ് പറഞ്ഞു, ബഹുമാനപ്പെട്ട MP സുരേഷ് ഗോപി സാറിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റു കാര്യങ്ങളൊക്കെ ഒരു സംസ്ഥാന കമ്മിറ്റി അതാത് സമയങ്ങളിൽ പറയും. അപ്പൊ പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത്, 16 ലക്ഷം കമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് നാഴികക്ക് 40 വട്ടം നമ്മൾ പറയാറുണ്ട്, ഇല്ലേ?
നിങ്ങൾ ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് പറയൂ, നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ താഴെയുള്ള അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ഹൈറിച്ച് കമ്മ്യൂണിറ്റിയിലുള്ള ഹൈറിച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എത്ര പേര് നിങ്ങൾ ഈ സൊസൈറ്റിയിൽ അംഗത്വം എടുക്കാൻ സഹായിച്ചു? നെഞ്ചത്ത് കൈവച്ച് പറയണം. ഈ സൊസൈറ്റിയുടെ ലക്ഷ്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഈ കമ്മ്യൂണിറ്റി എത്ര കണ്ട് അംഗങ്ങൾ ചേരുന്നു അത്ര കണ്ട് ഈ കമ്മ്യൂണിറ്റി സ്ട്രോങ് ആവും. ഓരോ ജില്ലാടിസ്ഥാനത്തിലും ഈ കമ്മ്യൂണിറ്റിയുടെ അംഗബലം കൂടിയെങ്കിലേ നമ്മൾ ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. 16 ലക്ഷം കമ്മ്യൂണിറ്റി ഉള്ള ഒരു 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 പിന്നെ കമ്പനിയിൽ കേവലം 1000, 2000, 3000 അംഗങ്ങൾ മാത്രമുള്ള ഒരു സൊസൈറ്റിക്ക് ഒന്നും ചെയ്യാനില്ല. ഓരോ ജില്ലാടിസ്ഥാനത്തിലും ഈ സൊസൈറ്റി നിലവിൽ വരുമ്പോൾ കൃത്യമായി നമ്മുടെ ആളുകളെ മുഴുവനും ഒരാൾ നിർബന്ധിച്ചിട്ട് സൊസൈറ്റിക്ക് കയറ്റണം കേട്ടോ. നമ്മുടെ ലക്ഷ്യവും നമ്മുടെ വിഷനും മിഷനും പറഞ്ഞു മനസ്സിലാക്കി കൊണ്ട് തന്നെ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കാൻ നിങ്ങൾ എല്ലാവരും അവരെ സഹായിക്കണം. എല്ലാവരും നിങ്ങൾ അവരെ സഹായിക്കണം. അത് മാത്രം പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കമ്പനി തിരിച്ചു വരലും കാര്യങ്ങളൊക്കെ അതിന് കമ്പനി നല്ലൊരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ന്യൂട്ടൺസ് ലോ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ വളരെ പ്രബുദ്ധമായ വളരെ കാര്യക്ഷമമായ ഒരു ടീമിനെ പിന്നെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ കമ്പനി തിരിച്ചു വരാനുള്ള എല്ലാ ശ്രമങ്ങളും പരമാവധി അവർ ചെയ്യുന്നുണ്ട്. അവർ വന്നതിന് ശേഷം കേസിന്റെ ഗതിവിഗതികളൊക്കെ നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പോസിറ്റീവ് സൈഡുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹൈറിച്ച് കമ്മ്യൂണിറ്റി ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഈ കമ്മ്യൂണിറ്റിയെ റിവൈവൽ ചെയ്യുവാൻ, ഈ കമ്മ്യൂണിറ്റിയെ പുനരുജ്ജീവിപ്പിക്കാൻ നമ്മൾക്കൊരു സൊസൈറ്റി വേണം. അതാണ് ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി. തീർച്ചയായിട്ടും ഓരോ അംഗത്തിന്റെയും കൂടെ, ഓരോ ഹൈറിച്ച് ഏറിയന്റെയും കൂടെ ഈ സൊസൈറ്റി ഉണ്ടാവും. നമ്മുടെ വിജയം സുനിശ്ചിതമാക്കാനും നമ്മുടെ കാശ് നഷ്ടപ്പെടാതിരിക്കാനും ഈ സൊസൈറ്റി ആവുന്നത്ര നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് പലതും ചെയ്യാനുണ്ട്. പലതും നമ്മൾ ആസൂത്രണം ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. പലതും ചെയ്തു കഴിഞ്ഞു. പറയാൻ പറ്റുന്നത് പറഞ്ഞു, പറയാൻ പറ്റാത്തത് പിന്നീട് സമയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം പലതും പറയാത്തത് നിങ്ങൾക്കറിയാം, ഇതിൽ കയറി കൂടിയ ചെന്നായ്ക്കൾ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. അവര് രണ്ട് കാതും സാഗൂതം കൂർപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണ് നമ്മൾ അവരുടെ മുന്നിലേക്ക് നമ്മളുടെ കാര്യങ്ങൾ വലിച്ചിടുന്നത്? അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഈ സൊസൈറ്റി നിലവിൽ വന്നത് കൃത്യമായി എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളാണ് ഈ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ളത്. അല്ലെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ പൂപ്പ ആളുകളെന്നല്ല, കൃത്യമായി കാര്യബോധമുള്ള പെർഫെക്റ്റ് ആയ ഒരു കൂട്ടം ആളുകളാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വന്നത്. തീർച്ചയായിട്ടും ജില്ലാ കമ്മിറ്റികളും അത്തരത്തിലുള്ളതാകട്ടെ. ഓരോ ജില്ലാടിസ്ഥാനത്തിലും നമ്മൾ ജില്ലാ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് നിയമത്തിനകത്ത് നിന്നുകൊണ്ട് സാധ്യമായ എല്ലാ കാര്യങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് കൂടി പറയാനുള്ളത്, ഈ കമ്മ്യൂണിറ്റിയിലെ അംഗബലം കൂട്ടാൻ നിങ്ങൾ ഓരോരുത്തരും, ഇത് നമ്മുടെ അവസാനത്തെ യുദ്ധമാണ്. ഞാൻ ആ അർത്ഥത്തിൽ തന്നെ പറയട്ടെ. അപ്പോ നമ്മളെല്ലാവരും ഇതിന്റെ അതിന് ഭാഗമാക്കാൻ നിങ്ങൾ ചേരുന്നതോടൊപ്പം നമ്മളെ കൊണ്ട് ആളുകൾ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ കൂടെ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ഒരുപാട് ആളുകൾ ഭാര്യ സാർ കരഞ്ഞുപോയി. ഞാനൊന്നും എൻ്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിച്ചിട്ടില്ല. ദൈവം സഹായിച്ച എന്റെ കൊല്ലാണ്ട്. പക്ഷെ വേദനിക്കുന്ന ഒരുപാട് ആളുകളുടെ മുഖങ്ങൾ എൻ്റെ മുന്നിൽ വന്നു. ഒരുപാട് ആളുകളുടെ ശബ്ദങ്ങൾ പല ഗ്രൂപ്പുകളും നമ്മൾ കേൾക്കുകയാണ്. ജപ്തി, മറ്റു കാര്യങ്ങൾ, അസുഖങ്ങൾ, വീട്ടിലേക്ക് വരാൻ പറ്റും. ഭാര്യ സാറ് നേരത്തെ പറഞ്ഞില്ലേ, ജനിച്ച കുട്ടിയെ പോലും കാണാൻ പറ്റാത്ത ആള്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആര് കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്? ഇതിനെതിരെ പ്രവർത്തിക്കുന്ന വലിയൊരു വിഭാഗം പുറത്തുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല ലോകം. നമ്മൾ തിരിച്ചു വരണം. നമ്മൾക്ക് ഈ പ്രൊജക്ടുകൾ ഈ നാട്ടിൽ നടപ്പിലാക്കണം. നമ്മൾക്ക് അതിലൂടെ പാവപ്പെട്ടവന്റെ അന്നമായിട്ടും പാവപ്പെട്ടവന്റെ അത്താണിയായിട്ടും ഈ കമ്പനി വളരണം. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവർ, ഇത്തരം നേരം എന്നെ കേട്ടതിൽ ഞാൻ നന്ദി പറയാണ്. അടുത്ത ആളിലേക്ക് മൈക്ക് കൈമാറാണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഈ കമ്മ്യൂണിറ്റിയെ ദൃഢപ്പെടുത്താനും ഈ സൊസൈറ്റിയെ ദൃഢപ്പെടുത്താനും ഈ സൊസൈറ്റിയെ ബലപ്പെടുത്താനും നമ്മളെ കൊണ്ടാകുന്നത്, ഞാനൊരു 100 പേരെങ്കിലും, ഞാൻ ആകെ 4-5 പേരെ ചേർത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ അവസാനത്തെ വണ്ടിക്ക് കാര്യമാണ്. പക്ഷെ ഒരു 100 പേരോടെങ്കിലും ഞാൻ ഈ ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റിയുടെ ലക്ഷ്യങ്ങളും ഇതും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ചേർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ഈ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് വരും നാളുകളിൽ എത്രയും പെട്ടെന്ന്
ഈ സൊസൈറ്റിയെ ഫലപ്പെടുത്താൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഹാരത്. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഒരുപാട് വേദനയോടുകൂടി തന്നെയാണ് നമ്മുടെ മൊയ്തീൻകുട്ടി സാറ് നമ്മോട് സംസാരിച്ചത്. ഇതിനു മുന്ന് വന്ന ബാരി സാറും അതുപോലെ തന്നെയാണ് നമ്മോട് സംസാരിച്ചത്. ജനങ്ങളുടെ വേദന മനസ്സിലാക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും എല്ലാ കാര്യങ്ങളും ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് മൊയ്തീൻകുട്ടി സാർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ വിലപ്പെട്ട വാക്കുകൾക്ക് വളരെയധികം നന്ദി പറയുകയാണ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഇനി നമ്മുടെ ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റിയുടെ സെക്രട്ടറി നമ്മോട് സംസാരിക്കാൻ വരികയാണ്. അദ്ദേഹം സെക്രട്ടറി ആയത് ഒരുപാട് തവണ നമ്മുടെ ഹൈറിച്ച് കമ്പനിക്ക് ചില പുറമേയുള്ള കക്ഷികളുടെ ഇടപെടൽ മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ അന്നു മുതൽ ഇന്ന് വരെ നാട്ടുകാരെയും വീട്ടുകാരുടെയും പരിഹാസങ്ങൾക്കും നിന്ദനകൾക്കും പാത്രമായി ഇപ്പോഴും ഹൈറിച്ചിന് വേണ്ടി, ഹൈറിച്ച് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഓടി നടന്ന് ഈ സൊസൈറ്റിക്ക് രൂപം കൊടുക്കാനും എല്ലാത്തിനും മുൻകൈയെടുത്ത ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ പ്രതാപൻ സാറിന്റെയും ശ്രീനാ മേഡത്തിന്റെയും ഒരുപാട് കേസുകളിൽ ജാമ്യം നിന്ന് ഇപ്പോഴും എന്തു തന്നെ വന്നാലും ഈ ജനത രക്ഷപ്പെടണം, ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നു കരുതി മുന്നിട്ടിറങ്ങിയ ബിനീഷ് സാറിനെ തൃശ്ശൂരുള്ള ഏറ്റവും സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം ബിനീഷ് സാർ. താങ്ക് യു. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം എല്ലാവർക്കും സുഖം ഉണ്ടാകാൻ വഴിയില്ല. വേദനയിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. കഴിഞ്ഞ തവണ എനിക്ക് വീഡിയോ ഓണാക്കാൻ സാധിച്ചില്ല, ഞാൻ വേറൊരു സാഹചര്യത്തിലായിരുന്നു. അപ്പൊ സെക്രട്ടറി ആയിട്ട് ഞാനാണെന്ന് എല്ലാവരും അറിഞ്ഞെങ്കിലും എന്നെ ആരും പലരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോ ഇവരെല്ലാവരും ബാരി സാറായാലും മൊയ്തീൻകുട്ടി സാറായാലും നമ്മുടെ വിനു സാറായാലും വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചു. പക്ഷേ ഞാനും ബാരി സാറും ഏകദേശം ഒരു 3 മാസം മുമ്പ് പ്രതാപൻ സാറിനെ നമ്മുടെ മലപ്പുറം തവനൂര് ജയിലിൽ പോയി കണ്ടപ്പോ വളരെ വേദനയോട് പ്രതാപൻ സാറ് പറഞ്ഞു, നമ്മുടെ മക്കൾക്ക് സുഖമാണോ എന്ന് ചോദിച്ച് ഞങ്ങളോട് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു അവസരം ഉണ്ടായി. ഇന്നലെ എനിക്ക് വേദനാജനകം ഒരു കാര്യം ഉണ്ടായത്. നമ്മുടെ ബാരി സാറ് പെട്ടെന്ന് ശ്രീനാ മേഡം പറഞ്ഞു, പ്രതാപൻ സാറിന്റെ ഒരു സൈൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ സൈൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം നമ്മുടെ തവനൂർ ജയിലിൽ ചെന്നു. അവിടെ ചെന്നപ്പോ അതിലെന്തോ കേസ് നമ്പർ ഇല്ലാത്തതുകൊണ്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ ഉച്ചയായി. അദ്ദേഹം അവിടെ ആ ക്യാൻറ്റീനിൽ കയറി ഭക്ഷണം കഴിച്ച് കാശ് കൊടുക്കാൻ നോക്കിയപ്പോൾ കാശ് കൊടുക്കാൻ പോലും കയ്യിലില്ലാത്തൊരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായി. അദ്ദേഹം വളരെ വേദനയോടുകൂടി അദ്ദേഹം മകനോട് വിളിച്ച് പറഞ്ഞു കുറച്ച് പൈസ ഇടിച്ചുകൊണ്ടാണ് അവിടെ ഭക്ഷണത്തിന് കാശ് കൊടുത്തത്. അത്രയും പ്രതിസന്ധിയോടെ പോയിട്ട് പോലും ഈ കമ്പനിക്ക് വേണ്ടിയിട്ടും സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും മനുഷ്യൻ ഓടി നടക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ ഭയങ്കര ബഹുമാനത്തോടെയാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. കാരണം കുടുംബം പോലും ഈ പെരുന്നാളായിട്ട് കുടുംബത്തിൽ പോലും സന്തോഷമില്ലാതെ ഇരുന്നിട്ട് പോലും അദ്ദേഹം നമുക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. ഇപ്പൊ നമ്മള് ഈ സൊസൈറ്റി എന്തുകൊണ്ട് ഇത്ര നാൾ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ ഒന്നും ചെയ്തില്ല എന്ന് ചോദിച്ചു പലരും ഞാൻ കണ്ടു. അപ്പൊ നമ്മുടെ ഹൈറിച്ചിന്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ന്യൂട്ടൺസ് ലോ കഴിഞ്ഞ ആഴ്ചയില് ഞങ്ങൾ കുറച്ച് പേര് കമ്മിറ്റിക്കാർ ചെന്ന് അവരെ കണ്ടപ്പോ നിങ്ങളൊരു കാര്യം 2-ാം തീയതി 3-ാം തീയതി വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും, അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോ ഇന്നലെ ഇന്നും നമ്മുടെ അനുഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി നമ്മൾ വക്കീലന്മാര് മുഖാന്തരം നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇപ്പോ നമ്മുടെ സുരേഷ് ഗോപി സാറിന് ഓൾറെഡി നമ്മൾ അയച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മുഖ്യമന്ത്രി നമ്മൾ ഓൾറെഡി നാളെ തന്നെ നമ്മൾ അയക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാം സുതാര്യമാകണം. അപ്പൊ നമുക്ക് ശരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമുക്ക് ഒരു റെസിപ്റ്റ് ബുക്ക് വേണം, അത് നമ്മൾ ഇന്ന് നാളായിട്ട് അടിച്ച് കിട്ടും. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇതുവരെ ഒരു പോസിറ്റീവ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇതുവരെ നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് എവിടെയും സംസാരിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അതിലൊരു വേദിയാണ് ഈ സൊസൈറ്റി എന്ന് ഞാൻ നിങ്ങളോട് ആദ്യമേ പറയുകയാണ്. കാരണം നിങ്ങളുടെ എല്ലാം പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇന്നലെ എനിക്ക് സങ്കടകരമായ ഒരു കാര്യം ഉണ്ടായി. കണ്ണൂരിൽ നിന്നും ഒരു വ്യക്തി എന്നെ വിളിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം ജോയിൻ ചെയ്യിപ്പിച്ച വ്യക്തിയല്ല, അദ്ദേഹത്തിന്റെ താഴെത്തട്ടിലുള്ള ഒരു വ്യക്തി കേസ് കൊടുത്തു. ഇദ്ദേഹത്തിന്റെ പേര് കേസ് കൊടുത്തു. അത് നെഗറ്റീവിൽ 1-2 പേര് സപ്പോർട്ട് ചെയ്തുകൊണ്ട് 30 ലക്ഷം രൂപ ഇത് കാണിച്ചുകൊണ്ട് അവർ കേസ് കൊടുത്തു. അങ്ങനെ ഈ മനുഷ്യൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് നിങ്ങളുടെ സ്ഥാപന ജംഗമ വസ്തുക്കളുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ കൊണ്ടുവരാൻ പറഞ്ഞ് സ്റ്റേഷനിൽ നിന്നും വില്ലേജ് ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം എന്നെ വിളിച്ച് വളരെ വേദനയോട് പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു അവസ്ഥ, ഞാൻ എന്ത് ചെയ്യും?
അങ്ങനെ ഇന്ന് ഒരു വക്കീല് ഇന്നലെ വക്കീലിനെ സംസാരിച്ച വക്കീൽ പറഞ്ഞു അത് കുഴപ്പമില്ല, 420 വിഷയമില്ല, നമ്മളെ അറസ്റ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല രീതിയിൽ സംസാരിച്ച വക്കീല് രാത്രി നേരെ ഉൾട്ട തിരിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോകണ്ട, സ്റ്റേഷനിൽ പോയി നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇദ്ദേഹത്തെ പറഞ്ഞ് പേടിപ്പിച്ചു. ഇന്ന് രാവിലെ അദ്ദേഹം എന്നെ വിളിച്ചു, ഞാൻ പറഞ്ഞു നിങ്ങൾ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുക ഇന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയാണ് ഈ വ്യക്തി ആകെ ചെയ്തേക്കുന്നത് 12 ലക്ഷം രൂപയാണ്, അദ്ദേഹത്തിന് ഒരു 1.5-2 ലക്ഷം രൂപ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, 2-3 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടാകാം, ഈ 30 ലക്ഷം രൂപ പിന്നെ ഇദ്ദേഹം 6ാമത്തെ കക്ഷിയുടെ വന്നിരിക്കുന്നത്. 1ാമത്തെ പ്രതാപൻ സാറ്, 2 ശ്രീനാ മേഡം, പിന്നെ വേറെ 2 ലീഡർമാരെ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന്റെ പേര് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഇദ്ദേഹത്തെ ശരിക്ക് പാനിക്കാക്കാൻ വേണ്ടിയിട്ട് കരുതി കൂട്ടി ഒരു ടീം ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട, നമ്മൾ സൊസൈറ്റി ഇടപെടാം, ഞങ്ങൾ കൂടെ വരാം. കഴിഞ്ഞ ദിവസം നമ്മുടെ വിനു സാറും നമ്മുടെ സുനിൽ സാറും കൂടെ ചെന്നു. ഇപ്പൊ ഈ പറഞ്ഞ SI അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അടുത്ത ദിവസം നമുക്ക് വിളിച്ചിട്ട് കൃത്യമായിട്ട് നോക്കാം. കാരണം വെച്ചാല് ഒരിക്കലും 420 ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കേസ് നമ്മുടെ പേരിൽ വരില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം വെച്ചാൽ പ്രതാപൻ സാർ ഇപ്പൊ കിടക്കുന്നത് മുഴുവൻ 420-ലാണ്. 3 മാസം ഒരു കേസിന് ജയിലിൽ കിടന്നാൽ ഓട്ടോമാറ്റിക്കാണ് നമുക്ക് ജാമ്യം കിട്ടും. പക്ഷെ നമ്മളെ പിന്നിലുള്ള ശക്തികൾ ഈ പ്രതാപൻ സാറിന്റെ ഓരോ കേസും ഏകദേശം 2 മാസം 3 മാസം കഴിയുമ്പോഴാണ് അടുത്തടുത്ത കേസുകൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ 10-11 മാസമായിട്ട് ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. അപ്പൊ നമ്മുടെ വക്കീലുമായി എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പേരിൽ എത്ര കേസ് ഉണ്ടെന്നും കേസ് ഒരുമിച്ച് എടുക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ 100% ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ എന്നെ ഓരോ വ്യക്തികൾ വിളിച്ചിട്ട് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ സൂം മീറ്റിംഗ് ഇന്ന് വരെ എന്റെ ഫോണിലേക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. വേദന, കാരണം വെച്ചാല് വീട് ജപ്തി വക്കീലാണ്, ഭർത്താവ് അറിയാതെ ഭാര്യ ചെയ്തിട്ടുണ്ട്, ഭാര്യ അറിയാതെ ഭർത്താവ് ചെയ്തിട്ടുണ്ട്, കുടുംബക്കാരെ അറിയാതെ ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര വേദനയുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഞാൻ ഇപ്പൊ ഭാരത നേരത്തെ ലെറ്റർ കാണിച്ചു, നമ്മൾ പലർക്കും ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് തരുന്ന ഈ റിപ്പോർട്ട് സത്യസന്ധമാണെങ്കിൽ അവരെ ലീഡർമാർ വഴി ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയാണെങ്കിൽ നിയർ ബാങ്കിലേക്ക് നമ്മൾ സൊസൈറ്റിയുടെ ലെവലിൽ നമ്മളൊരു അപേക്ഷ വെക്കും. നമ്മൾ ഹൈറിച്ചിന്റെ കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്, തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഒരു സാവകാശം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് അതിനുവേണ്ടി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സൊസൈറ്റിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നോട് ഒരു വക്കീല് ഹൈക്കോടതി വക്കീല് പറഞ്ഞത് സൊസൈറ്റി നിങ്ങൾക്ക് ചിന്തിക്കുന്ന പോലെയല്ല, സൊസൈറ്റിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ സാധാരണ നമ്മൾ കഴിഞ്ഞ മീറ്റിംഗ് വെച്ചപ്പോൾ 1000 പേരാവാനായിട്ട് നിസ്സാര സമയം മതി. ഇപ്പൊ ശരിക്ക് 800 പേര് പോലും തികഞ്ഞിട്ടില്ല. പക്ഷെ ആൾക്കാർ മുഴുവൻ വേദനയിലാണ്, വിഷമത്തിലാണ്. അതിന് പലരും വിളിച്ചു പറഞ്ഞു ഇനി എന്ത് ചെയ്യും, 2 മാസമല്ലേ ഇനി വെയിറ്റ് ചെയ്യണ്ടേ. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പ് തരാൻ പറ്റും, നമുക്ക് ഈ കമ്മ്യൂണിറ്റിക്ക് ഒരുമിച്ച് നിൽക്കാൻ. അതായത് വിനു സാറൊക്കെ പറഞ്ഞു, അതല്ല മറ്റേ മൊയ്‌ൻകുട്ടി സാറൊക്കെ പറഞ്ഞു, നിങ്ങൾ പരമാവധി അംഗങ്ങളെ ചേർത്തുകൊണ്ട് നമ്മൾ ഇനി ഫിസിക്കൽ മീറ്റിംഗിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഫിസിക്കൽ നിങ്ങളെ നേരിട്ട് ഓരോ ജില്ലയിലും വന്ന് കണ്ടുകൊണ്ട് നമ്മളുടെ ബയോലോ കൃത്യമായിട്ട് നിങ്ങളെ കാണിച്ച് നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ ഡീറ്റെയിൽ, അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിലുണ്ട്. അത് നിങ്ങളെ കൃത്യമായി കാണിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്തതെന്നും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ഇത് ഞങ്ങളുടെ ഈ 21 പേരുടെ ഇതല്ല, നമ്മുടെ ഈ ജനങ്ങളെ, നമ്മുടെ ഈ 16 ലക്ഷം എന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഏകദേശം 3000 പേരെ ഇപ്പൊ നമ്മൾ ഗൂഗിൾ ഷീറ്റ് ചെയ്തിട്ടുള്ളൂ. പലർക്ക് അറിയാത്തതുകൊണ്ടാണോ ഇനി പലരും അവരുടെ ലീഡർമാര് ഇത് കൊടുക്കാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഏകദേശം 3000-നടുത്ത് ഇപ്പൊ ഗൂഗിൾ ഷീറ്റ് ആയിട്ടുള്ളൂ. നമ്മൾ ജില്ലാ തലത്തിലേക്ക് ഇറങ്ങി നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നമ്മൾ 500 പേര് നിന്ന് അവിടെ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ തുടർ ജില്ലകളിൽ നമ്മൾ നടത്തുമെന്ന് ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ഇലക്ഷനാണ് വരുന്നത്. ഈ ഇലക്ഷന് മുന്നോടിയായിട്ട് നമുക്ക് നല്ലൊരു ടീമിനെ സെറ്റാക്കാൻ പറ്റിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നേരത്തെ ബാലി സാറൊക്കെ പറഞ്ഞു, പ്രതാപൻ സാറും ശ്രീനാ നമ്മൾ ചതിച്ചിട്ടില്ല. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത 22 വർഷം ഞാൻ ലൈസൻസ് എടുത്തിട്ട് ഞാനൊരു വണ്ടി സ്റ്റീറിംഗ് പോലും പിടിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ കഴിഞ്ഞ ഡിസംബർ 2 എന്റെ കയ്യിൽ ഒരു വണ്ടി കിട്ടി. ഡിസംബർ 7 അക്കൗണ്ട് ഫ്രീസായി. ഇപ്പൊ 15 തവണ ഞാൻ അടച്ചു. ഈ മറ്റൊന്ന് 16ാമത്തെ തവണ എങ്ങനെ അടയ്ക്കുന്ന എനിക്ക് അറിയില്ല. ഞാൻ വണ്ടി വിൽക്കുന്ന കാര്യം ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നോട് പലരും പറഞ്ഞു നമ്മൾ ആഗ്രഹിച്ച് കൊതിച്ചു വാങ്ങിയ ഒരു വണ്ടിയാണ്, അത് വിൽക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ഇനി 45 തവണ ഞാൻ അടയ്ക്കണം. പക്ഷെ ഞാനൊരു ജോലിക്ക് വേറെ, കാരണം ഈ 15 മാസമായിട്ടും പ്രതാപൻ സാറിന്റെ മുളിമയുടെ നേരത്തെ പറഞ്ഞു, പ്രതാപൻ സാറിന്റെ കൂടെ ശ്രീനാമരത്തിന്റെ കൂടെ ജീവൻ കൊടുത്ത് ഞാൻ ഇത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഏകദേശം 15 ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വീണ്ടും കണ്ണൂര് ഒരു ജാമ്യത്തിന് പോകേണ്ട ഒരു ആവശ്യം മേഡം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളല്ല. ഞാൻ എന്നോട് ഫസ്റ്റ് ജാമ്യം നിൽക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം ഞാൻ ജാമ്യം നിന്ന് കഴിഞ്ഞാൽ വരുന്ന അവസ്ഥ, വീട്ടുകാരെ എന്നെ വീട്ടിൽ ഞാൻ പുറത്താക്കും, ഞാൻ എന്ത് ചെയ്യും, മേഡം പറ്റില്ല എന്ന് പറയാനൊരു വിഷമം. അങ്ങനെ രാത്രി മുഴുവൻ ഞാൻ ആലോചിച്ചു ദൈവം എന്ത് ചെയ്യും. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇത്രയും ജനങ്ങൾ ഈ കമ്പനിയിലുണ്ട്, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്നും ചിന്തിക്കുന്ന കാര്യം, ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിട്ട് ഈ പോകുമ്പോൾ ഒരു നല്ലൊരു പേര് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും വലുത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നാളെ നമ്മളെ കണ്ടാൽ ഒരാള് ആ വ്യക്തി
എന്ന് മനസ്സിൽ തട്ടി പറയണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾക്ക് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ വലിയ ലീഡറൊന്നുമല്ല, എന്നേക്കാളും ഒരുപാട് കഴിവുള്ള ലീഡർമാരൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഞങ്ങൾ നിരന്തരം കോടതിയിൽ പോയി ഒരുമിച്ച് കൂടി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആശയം വന്നതും ഭാര്യ സാർ ഞങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തപ്പോൾ യാദർശിയായിട്ട് തൃശ്ശൂരിൽ നിന്ന് വരുന്ന വ്യക്തി വേണമെന്നുള്ള ആഗ്രഹത്തോടെയും അങ്ങനെയാണ് എന്നിലേക്ക് ഈ ഒരു സാഹചര്യം വന്നത്. അത് നിങ്ങൾ പലരും ഭാര്യ സാർ പലപ്പോഴും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. എങ്കിലും ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ഞാൻ തരാണ്. ഞാൻ എൻ്റെ ജീവൻ കൊടുത്തു നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഈ സൊസൈറ്റിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇപ്പൊ നേരത്തെ നമ്മുടെ മൊയ്‌കൂർ സാർ പറഞ്ഞ പോലെ നിയമത്തിന്റെ ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ അതെല്ലാം ചെയ്യും. എത്രയും പെട്ടെന്ന് നമുക്ക് കമ്പനി കൊണ്ടുവരാനുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കാൻ പറ്റുന്ന രീതിയിൽ ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കുക. കമ്മ്യൂണിറ്റി ഞങ്ങളെ ആരും ചതിച്ചിട്ടില്ല, പറ്റിച്ചിട്ടില്ല. ഹൈറിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പേയ്മെന്റ് തന്നിരുന്നു. ഞങ്ങളെ ഒരു പുറത്തുള്ള കുറച്ച് വ്യക്തികളുടെ ഞാൻ പറയാം, ഇപ്പൊ എന്നോട് ഇന്നൊരു വക്കീൽ പറയാണ് ഇതൊരു വമ്പൻ ടീം ഇതിന് പിന്നിൽ കളിക്കുന്നുണ്ട് പറയുന്നത്. വമ്പൻ ടീം ഇതിന് പിന്നിൽ കളിക്കുന്നുണ്ട്. കാരണം 2 വർഷം കൂടി ഹൈറിച്ച് ഇങ്ങനെ പോയാൽ ലോകത്തിലെ നമ്പർ 1 കമ്പനിയായി മാറിക്കഴിഞ്ഞാൽ പല കമ്പനികളും ഇവിടുന്ന് ചിലപ്പോൾ കെട്ടുകെട്ടേണ്ടി വരും. വിദേശ കമ്പനികൾ പോലും ഇവിടുന്ന് പോകേണ്ടി വരും. ആ ഒരു സാഹചര്യം വരുമ്പോൾ അപ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഏറ്റവും വലിയ മാർക്കറ്റാണ് ഒന്ന് ചൈനയും ഇന്ത്യയും. കാരണം ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള കമ്പനികൾ കോടികൾ അവിടുന്ന് കൊണ്ടുപോകുന്നത്. ഈ ഹൈറിച്ചിന്റെ ഫണ്ട് ഞാനൊരു കാര്യം നിങ്ങൾ ഉറപ്പ് തരാം, ഹൈറിച്ചിലെ ഫണ്ട് ഒരിക്കലും പുറത്തേക്ക് പോകില്ല. ഇവിടെ തന്നെ ഏകദേശം എൻ്റെ അറിവിൽ 30ഓളം കാറുകൾ ഏകദേശം 80,000-നും 1 ലക്ഷത്തിനും ഇടയിൽ ടാക്സ് അടച്ചിട്ടുള്ള 25-30ഓളം വണ്ടികൾ തന്നെ എൻ്റെ ടീമിലും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ കേരളത്തിൽ മൊത്തം എത്ര വണ്ടി വാങ്ങിയെന്ന് അതിന്റെ ടാക്സ്, ഇൻഷുറൻസ്, പെട്രോള്, മറ്റേ കാര്യങ്ങൾ. അപ്പൊ ഈ ഫണ്ട് മുഴുവൻ ഈ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇത് ചെയ്തു പോകുന്നത്. അപ്പോൾ മറ്റേ ട്രാൻസാക്ഷൻ നടക്കും. ഇപ്പൊ എന്റെ കയ്യിൽ 1000 വന്ന് നാളെ വേറൊരു വ്യക്തിക്ക് അത് 500 കൊടുത്ത് അവിടുന്ന് വീണ്ടും 100 200 ഇങ്ങനെ കറങ്ങി വീണ്ടും നമ്മുടെ കയ്യിലേക്ക് ഇവിടെ ഈ ഭൂമിയിൽ ഇവിടെ തന്നെ. പക്ഷെ പല വിദേശ കമ്പനികളും കോടികൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഏകദേശം കഴിഞ്ഞ ദീപാവലിക്ക് 7 ദിവസം കൊണ്ട് ഏകദേശം 6000 കോടി രൂപയാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഈ ആമസോൺ എന്ന് പറഞ്ഞ കമ്പനി കൊണ്ടുവരുന്നത്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കുക. അപ്പൊ നമ്മൾ ഒരിക്കലും കേരളം ഡെവലപ്പ് ആകുന്നില്ല. എന്തുകൊണ്ടാ? ഇവിടെ വരുന്ന പല കമ്പനികളെയും ഇവിടെ ഡെവലപ്പ് ആക്കാൻ അവർ സമ്മതിക്കുന്നില്ല. ഒന്നെങ്കിൽ യൂണിയൻ പ്രശ്നം, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, കാരണം ഏകദേശം 10 മണിയാകാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഇതിൽ വലുതോ ചെറുതോ ഒന്നുമില്ല, നമ്മളെല്ലാവരും ഒരേപോലെ ഓരോ ദുഃഖിതരാണ്. കാരണം ഒരുപാട് കാശ് വാങ്ങിയവരും കാശ് വാങ്ങാത്തവരൊക്കെ തുല്യ ദുഃഖിതരാണ് ഇപ്പോൾ. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകണം, നമുക്ക് നമ്മുടെ പൈസ തിരിച്ചു കിട്ടണം. എന്നതിനൊപ്പം തന്നെ അതിനേലും വലുതായിട്ട് നമുക്ക് കമ്പനി തിരിച്ചു തന്ന് ആ കമ്പനി പറഞ്ഞ ആ വരുമാനം നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നമുക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ എല്ലാവരോടും നല്ല സങ്കടം, വിഷമമുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ആത്മാർത്ഥ എല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ബിനീഷ് സാറിന്റെ വാക്കുകളിലും നമുക്ക് ദുഃഖം തന്നെയാണ് കുറച്ച് കണ്ടത് അല്ലേ നമ്മള്. എങ്കിലും നമുക്കിതിനെ പുനരുദ്ധരിച്ച് ഹൈറിച്ച് ജനതയെ മുന്നോട്ട് കൊണ്ടുവരാൻ ജീവൻ പണയം വെച്ച് ഇറങ്ങിയിരിക്കുന്ന സാറാണ്. ഏറ്റവും സ്നേഹത്തോടെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് നന്ദി പറയാം. ഇനി ഒരു കാര്യം പറയുകയാണെങ്കിൽ, സമയം വൈകി എന്നറിയാം, എങ്കിലും നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും ഈ ഒരു സൂം മീറ്റിംഗിൽ എന്തുകൊണ്ട് ഹൈറിച്ചിന്റെ മുന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുത്ത് നല്ല ലീഡർമാരായി ഒരുപാട് വരുമാനം നേടിയ എല്ലാവർക്കും മുന്നിൽ ഞാൻ ഇത്ര കോടി അത്ര കോടി എന്നെല്ലാം പറഞ്ഞ് വന്നവർ ആരെയും കാണാനില്ല എന്നൊരു ചിന്ത നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാവാം. അവർ നമ്മളിൽ നിന്ന് പിണങ്ങി മാറി നിൽക്കുന്നതല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അവര് ഈ ഹൈറിച്ച് കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ആളുകൾ തന്നെയാണ് അവരും. അവർക്കാണ് എന്തൊരു കേസ് വന്നാലും എന്തൊരു പ്രശ്നം വന്നാലും ആദ്യമേ വിളിച്ചു കൂട്ടുന്നത് ഈ മെയിനായി നിന്ന നമ്മുടെ ഏറ്റവും മുകളിൽ നിന്ന ലീഡേഴ്സിനെയാണ്. അവർക്ക് കുറച്ച് റെസ്റ്റ് കൊടുത്തുക്കണം. ശരിക്കും അവര് നമ്മോടൊപ്പം എപ്പോഴും ഉണ്ട്. നമ്മുടെ ഈ സൊസൈറ്റിയിലെ എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സൊസൈറ്റി എങ്ങനെ പോകുന്നു, ഞങ്ങളുടെ സഹകരണം എപ്പോഴും ഉണ്ടാകും, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, എപ്പോഴും ഞങ്ങളുടെ മുൻപന്തിയിലേക്ക് വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോകാൻ നമുക്ക് സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുന്ന ഓരോ ലീഡേഴ്സാണ് അവരെല്ലാവരും. അതുകൊണ്ട് അവർ എവിടെ എന്ന് നിങ്ങൾ ആരും കരുതി ആശങ്കപ്പെടേണ്ട, അവരെല്ലാം നമ്മോടൊപ്പം തന്നെയുണ്ട്. കാരണം ഹൈറിച്ച് എന്ന് പറഞ്ഞ നമ്മുടെ കമ്പനി ഈ നെഗറ്റീവുകാര് പ്രതാപൻ സാറ് വെട്ടിച്ചു, ശ്രീന മേഡം പറ്റിച്ചു, ഇതിലെ ലീഡേഴ്സ് മറ്റുള്ളവർ ചതിച്ചു എന്നെല്ലാം പറയുമ്പോഴും ആരാണ് ചതിച്ചത് എന്നുകൂടി നമ്മൾ ഓർക്കണം. കാരണം നമ്മൾ ചെയ്യുന്നത് കണ്ട് നമ്മുടെ വരുമാനം
നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങളും കണ്ട് നമ്മോടൊപ്പം അസോസിയേറ്റ് ചെയ്ത എല്ലാവരും അവർക്കും നല്ല രീതിയിൽ വരുമാനം കിട്ടി. 2023 ഡിസംബർ മാസം 7-ാം തീയതി വരെ വരുമാനം വാങ്ങിയവരാണ് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും. അവർക്ക് ഇത് നമ്മൾ ആരും പറ്റിച്ചിട്ടില്ല എന്ന് അവർക്കറിയാം. എങ്കിലും ചിലർ മാനസികമായി നമ്മെ എല്ലാവരെയും വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയെ, നമ്മുടെ ഹൈറിച്ച് എന്ന പ്രസ്ഥാനത്തെ തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവശ്യം തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ജില്ലാ തലത്തിൽ നമ്മൾ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കും. പരമാവധി മെമ്പർഷിപ്പുകൾ എടുത്ത് നമ്മുടെ ശക്തി നമ്മുടെ നിയമത്തിന്റെ മുന്നിലും നമ്മുടെ അധികാരികളുടെ മുന്നിലും കാണിക്കണം എന്നാണ് എനിക്ക് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. താങ്ക് യു. നമ്മുടെ എല്ലാമായ നമ്മുടെ കമ്പനിയോടൊപ്പം മുന്നിൽ നിന്ന് എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ള, ഇപ്പോഴും നമ്മോടൊപ്പമുള്ള ഈ സൊസൈറ്റിയുടെ കൂടെ എന്നും നിലനിൽക്കുമെന്ന് നമ്മോടൊപ്പം സാന്നിധ്യം കൊണ്ടും സന്ദേശം കൊണ്ടും ഉപദേശം കൊണ്ടും ഒപ്പം കൂടെ നിൽക്കുന്ന നമ്മുടെ ഫിജീഷ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ഫിജീഷ് സാർ. ഓക്കെ, താങ്ക് യു മാഡം. എന്തായാലും വളരെ സന്തോഷം. കാരണം കുറെ വൈകിയാണെങ്കിലും ഇങ്ങനെ ഒരു കൂട്ടായ്മ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അത് ഞാൻ ആദ്യം ഇതിന്റെ സംഘാടകരോട് നന്ദി പറയാണ്. വിനോദ് സാറിന്റെ സംസാരം ഞാൻ കേട്ടു, ബാരി സാറിന്റെ സംസാരം കേട്ടു, നമ്മുടെ യൂട്യൂബറായ സാറിന്റെ സംസാരം കേട്ടു ഞാൻ, അതുപോലെ ബിനീഷ് സാർ സംസാരിച്ചു. എല്ലാവർക്കും ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഹൈറിച്ച് തിരിച്ചു കൊണ്ടുവരിക. പ്രതാപ് സാറ് പറയും പോലെ ഏറ്റവും വലിയ ശക്തി യൂണിവേഴ്സാണ്. അത് നമ്മളെ പഠിപ്പിച്ച പ്രതാപ് സാറാണ്. ആ യൂണിവേഴ്സിന് ശക്തിയുണ്ട്. നമ്മുടെ മുമ്പിൽ സത്യമുണ്ടെങ്കിൽ ഈ കമ്പനി തിരിച്ചു വരിക തന്നെ ചെയ്യും, യാതൊരു സംശയം അതിനില്ല. കാരണം എനിക്ക് കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് ഞാൻ വളരെയധികം വിഷമിച്ച ഒരു ഫോട്ടോ ഞാൻ കാണാനിടയായി. കാരണം നമ്മളൊക്കെ വന്ന വഴി നമുക്കറിയാം, ഒരുപാട് ബുദ്ധിമുട്ട് പ്രയാസത്തിലൂടെ വന്ന് ഹൈറിച്ചൂടെ മോശമില്ലാത്ത ലെവലിൽ എത്തി, നല്ല ലെവലിൽ തന്നെ എത്തി സന്തോഷകരമായി ജീവിക്കുന്ന ഒരു സമയത്താണ് ഒരു ഇടുത്തി പോലെ നമുക്കെതിരായി ഒരു കേസ് വരുന്നതും. ആ കേസ് ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞു, അത് കമ്പനി വേണ്ടപ്പെട്ട സ്റ്റാഫിനെ അറിയിച്ചു. പക്ഷെ എങ്കിലും എവിടെയോ നമുക്കൊരു ചതി പറ്റി എന്ന് വളരെ വ്യക്തമാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് നമ്മുടെ പ്രതാപ് സാറിന്റെ ഒരു ഫോട്ടോ ഞാൻ കാണാൻ ഇടയായി. കാരണം നമ്മളെയൊക്കെ നല്ല വസ്ത്രം ധരിക്കണം, നല്ല രീതിയിൽ നടക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല സ്ഥലത്ത് ജീവിക്കണം എന്ന് പഠിപ്പിച്ച അദ്ദേഹത്തിന് ഒരു ഫോട്ടോ കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ വളരെയധികം മാനസികമായ ടെൻഷനാണ് ഞങ്ങൾക്ക്. അപ്പൊ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു, നമുക്ക് എന്ത് വഴിയും നമുക്ക് സ്വീകരിക്കണം. കാരണം നമ്മളെല്ലാവരും ഇനി പുറത്തിറങ്ങണം. കാരണം ഇന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഏകദേശം ഒരു 729 ആളായിട്ട് ഞാൻ നേരത്തെ കണ്ടതിൽ ഞാൻ മാക്സിമം ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കാത്ത എന്താണെന്ന് വെച്ചാൽ, കാരണം കേസിന്റെ മുൻപിൽ ഞാനുണ്ട്. ഇപ്പൊ എൻ്റെ വീട്, വണ്ടി, ബാങ്ക് എൻ്റെ എല്ലാം ഫ്രീസ് ചെയ്ത് ഒരു കയറിലാണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു വസ്തു നീങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഇനി മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. പക്ഷെ അത് പോരാ, മുമ്പിൽ ഈ സൊസൈറ്റി ഇങ്ങനെ തന്നെ പോകുമ്പോൾ അതിന്റെ മുമ്പിൽ നിന്ന് സ്ഥാനമാനങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങളൊക്കെ റെഡിയാണ്. കാരണം ഹൈറിച്ച് ഈ ലോകത്തിന് വേണം, അതിന് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. അതിനെന്ത് സപ്പോർട്ടിനും ഏത് സമയത്ത് ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു സൊസൈറ്റി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞാൽ നമ്മൾ കേസ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതിനിടയിൽ ബാരി സാറോട് സൂചിപ്പിച്ച പോലെ ഒരു ഫിസിക്കൽ മീറ്റിംഗ് നമ്മളെല്ലാവരും കൂടി ഉചിതമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ കേരളം കാണാത്ത രീതിയിലുള്ള ഒരു മൗന സമരം നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റിയാൽ, ഇതിനൊക്കെ നമ്മൾ ആദ്യമേ മുൻകൈ എടുത്തതാണ്. പക്ഷെ ഇപ്പൊ ഈ സൊസൈറ്റി വളരെ ഉചിതമായ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഏകദേശം 1.5 ഞാൻ ബാരി സാറെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. വിനോദ് സാറിനോട് എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. രാജി മാഡം എല്ലാ കാര്യം വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവിധ സപ്പോർട്ടും നമ്മൾ ചെയ്യാൻ റെഡിയാണ്. മാക്സിമം ആൾക്കാരെ ഞാൻ പറഞ്ഞു, ഇന്ന് ഈ ഗ്രൂപ്പിൽ ചേർന്ന, ഈ മീറ്റിംഗ് ചേർന്ന ഓരോ ആളും ഒരു 5 പേരെ വെച്ച് ഈ ഗ്രൂപ്പിലേക്ക് എത്രയും പെട്ടെന്ന് ആഡ് ചെയ്യുക. നമുക്ക് നേരത്തെ നമ്മുടെ യൂട്യൂബർ സാർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 3000 പേര് പോരാ, മാക്സിമം ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് നമ്മുടെ പദ്ധതി വളരെ ശക്തമാക്കണം. അതിന് എല്ലാവിധ
സപ്പോർട്ടും മാനസികവും ശാരീരികമായി ചെയ്യാൻ ഞാൻ റെഡിയാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ചെയ്യാൻ റെഡിയാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, താങ്ക് യു. ഈ ഒരു കൂട്ടായ്മയ്ക്ക് വളരെ നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൈറിച്ച് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി തുടക്കം മുതലേ പ്രവർത്തിച്ച് പീഡനം അനുഭവിച്ച നമ്മുടെ എല്ലാമായ ഫിജീഷ് സാർ നമ്മോട് പറഞ്ഞ വാക്കുകൾക്ക് ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഇപ്പൊ കുറെ പേരുടെ ആശങ്കകൾ കുറച്ചെങ്കിലും അകന്നിട്ടുണ്ടാകും എന്ന് കരുതുന്നു. കാരണം ആരും നമ്മെ വിട്ടുപോയിട്ടില്ല. എല്ലാവർക്കും കമ്പനി തിരിച്ചു വരണം എന്ന ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. എന്തായാലും ഏറ്റവും സ്നേഹത്തോടെ തന്നെ ഫിജീഷ് സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയാണ്. നമുക്ക് രാകേഷ് സാറിലേക്ക് പോകാം. നന്ദി പറയുന്നതിനും വൈൻഡപ്പ് ചെയ്യുന്നതിനും രാകേഷ് സാറിനെ സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം. താങ്ക് യു മാഡം, താങ്ക് യു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാകേഷ്, നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ്. ഹലോ, കേൾക്കാമല്ലോ? കേൾക്കാം. ഈ വൈകിയ വേളയിൽ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. എങ്കിലും എൻ്റെ ഇന്ന് ഈ ഒരു മീറ്റിങ്ങിലെ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവർക്കും നന്ദി പറയാനാണ്. എങ്കിൽ കൂടിയും ഒരു 2 വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മുടെ സൊസൈറ്റി എന്തിനാണെന്നും സൊസൈറ്റി എന്താണെന്നും നമ്മുടെ സൊസൈറ്റിയിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ എനിക്കിപ്പം പറയാനുള്ളത് നമ്മുടെ കമ്മിറ്റിയുടെ ശക്തി എന്താണെന്നുള്ളത്, നമ്മുടെ കമ്മിറ്റിയിൽ ഉള്ള അംഗങ്ങളുടെ ശക്തിയാണ് കമ്മിറ്റിയുടെ ശക്തി, അതായത് സൊസൈറ്റിയുടെ ശക്തി. അതുകൊണ്ട് മുഴുവൻ ആൾക്കാരും നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് ഈ സൊസൈറ്റിയിൽ അംഗങ്ങളാകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പം അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തു കൊടുത്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സൊസൈറ്റിയുടെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുക. ഈ വൈകിയ വേളയിൽ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെ സൂം മീറ്റിങ്ങിൽ നമ്മളെ കൃത്യമായിട്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു തന്ന നമ്മുടെ സൊസൈറ്റിയുടെ നെടുന്തൂണായിട്ടുള്ള നമ്മുടെ ബാരി സാർ, പ്രസിഡന്റായിട്ടുള്ള ബാരി സാർ, അതേപോലെ ശക്തനായ നമ്മുടെ സെക്രട്ടറി ബിനീഷ് സാർ, അതേപോലെ കണ്ണൂരിൻ്റെ ഉറച്ച ശബ്ദത്തിനുടമയായ നമ്മളെ ബിനുമാരാർ സാർ, അതേപോലെ നമ്മളെ യൂട്യൂബറും ബ്ലോഗറും കൂടിയായിട്ടുള്ള നമ്മളെ മൊയ്തീൻകുട്ടി സാർ. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നമ്മുടെ ഈ സൊസൈറ്റിയെക്കുറിച്ചും നമ്മുടെ ഹൈറിച്ചിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആൾ കൂടിയാണ്. അപ്പം ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും അതേപോലെ എൻ്റെ പേരിലും നമ്മുടെ സൊസൈറ്റിയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് വൈകിപ്പിക്കുന്നില്ല. ഈ വൈകിയ വേളയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. നമ്മുടെ മീറ്റിംഗ് വൈൻഡ് ചെയ്യാം. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.